അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തിന്റെ ഭാഗമായി 3 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ അൻപ് 2025 കൊല്ലം ജില്ലയിലെ ആദ്യ ക്യാമ്പ് ആരംഭിച്ചു. ഫെബ്രുവരി 19 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറുടെ നേതൃത്വത്തിൽ സാമൂഹ്യ നീതി വകുപ്പ്, LLC-കൾ എന്നിവരുടെ സഹകരണത്തിലാണ് ക്യാമ്പ്. ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുവാനും അവരെ സമഗ്രമായി ഉൾച്ചേർക്കുന്ന സാമൂഹിക പരിസ്ഥിതി സൃഷ്ടിക്കുവാനും നിയമങ്ങളും പദ്ധതികളും സംബന്ധിച്ച അവബോധം വ്യാപിപ്പിക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ വെച്ച് നടന്ന പൊതുസമ്മേളനം സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റ് ഡെപ്യൂട്ടി സെക്രട്ടറി രാജീവ് ആർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. നമ്മുടെ ഈ ആശംസ അർപ്പിക്കാനായിട്ട് ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ എനിക്ക് ഇപ്പോഴാണ് ഞാൻ പരിചയപ്പെട്ടത്. അദ്ദേഹം എന്തുമാത്രം ഇത് സഫർ ചെയ്തിട്ടാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് അല്ലേ നമ്മുടെ നാട്ടിൽ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത് തന്നെ. എൻ്റെ വൈഫ് ഹൗസ് തൊട്ടടുത്ത് 2 കിലോമീറ്റർ അടുത്താണെങ്കിലും എൻ്റെ അളിയൻ എന്ന് പറയുന്ന മഹാൻ അല്ലെങ്കിൽ മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണെങ്കിലും ഇതുവരെ ഈ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ല. എന്ത് വിട്ടുപോയതായിരിക്കും, പോട്ടെ. ഇപ്പോഴാണ് ഇത് അറിയുന്നത്. 2 മിനിറ്റുള്ളിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പറയുകയുണ്ടായി. ഞാൻ പിന്നീട് ഇവിടെ നോക്കിയപ്പോൾ കാണാം നമ്മുടെ ഈ വെൽ ഡ്രസ്ഡ് പേഴ്സൺസ് ഇരിക്കുന്നത്. ഞാൻ വിചാരിച്ചത് ബാൻഡ് ഗ്രൂപ്പ് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. നോക്കിയപ്പോഴാണ് ഇവിടുത്തെ നമ്മുടെ ഇൻമേറ്റ്സാണ്, നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. എന്ത് സഫർ ചെയ്തിട്ടായിരിക്കും ഇത് നടത്തുന്നത്. പുള്ളി തന്നെ പറയുകയുണ്ട്, പുള്ളിയുടെ വാക്കുകളിലുണ്ടെല്ലാം എന്തുമാത്രം സഫർ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കോ നിങ്ങൾക്കോ അല്ലേ, സദസ്സിലിരിക്കുന്ന ഒരു മനുഷ്യനെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ചെയ്യാൻ കഴിയും. നമ്മൾ ചാരിറ്റി വർക്ക് നടത്തുന്നുണ്ടായിരിക്കാം, പക്ഷെ നോക്കൂ, ഒരു കുട്ടിയെ ദത്തെടുത്ത് നമുക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ, അല്ലെങ്കിൽ ഒരു വയോജനം അദ്ദേഹത്തെ പരിപാലിക്കാൻ നമുക്ക് നമ്മുടെ വീട്ടിലെ അച്ഛനെയും അമ്മയും നമ്മൾ നോക്കാറുണ്ടായിരിക്കാം അല്ലേ, അറിയില്ല, നോക്കാതെ നടക്കുന്ന മക്കളും ഉണ്ടായിരിക്കാം. അപ്പോൾ ആ സ്ഥാനത്താണ് സ്വന്തം അമ്മയെപ്പോലെ കരുതി മറ്റ് സഹജീവികളെയും കൂടെ തന്നോടൊപ്പം ചേർത്ത് അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തോടൊപ്പം ചേർത്ത് പിടിച്ച് മഹത്തായൊരു സ്ഥാപനം നടത്തിക്കൊണ്ടത്. എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അപ്പോൾ എൻ്റെ ജില്ലയിലും, ഞാൻ ജനിച്ചു വളർന്ന ജില്ലയിലും ഇതേപോലെ മനുഷ്യന്മാരുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് പുതിയ ഒരു ഉൾക്കാഴ്ചയാണ് എനിക്ക് കിട്ടിയത്. കൂടുതൽ ധരിപ്പിക്കുന്നില്ല. സാമൂഹ്യനീതി വകുപ്പും ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷനേറ്റും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പദ്ധതി 14 ജില്ലകളിലെ 77 താലൂക്കുകളിൽ ഒരു ജില്ലയിൽ 3 വീതമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പദ്ധതിയുടെ കൊല്ലം ജില്ലയിലെ, നമ്മുടെ ജില്ലയിലെ ആദ്യത്തെ ഫംഗ്ഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. ഗാന്ധി ഭവൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മോഹനൻ B അധ്യക്ഷത വഹിച്ചു. ഇന്ന് അൻപ് കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷി വിഭാഗത്തിലെ ഏറ്റവും പരിഗണന അർഹിക്കുന്ന ഓട്ടിസം, സെറിബ്രൽ പൾസി, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി തുടങ്ങിയ വിഭാഗത്തിൽപ്പെടുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുടെ ഡെവലപ്മെൻറ്റിനായിട്ടും ഒപ്പം അവരുടെ മുഖ്യധാര പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന ഇടപെടലുകളൊക്കെ പരമാവധി ചികിത്സാ സഹായം ഉൾപ്പെടെ, രക്ഷകർത്താക്കൾക്കുള്ള സഹായങ്ങൾ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പിലൂടെയും ഭിന്നശേഷി കമ്മീഷണറേറ്റിലൂടെയും മറ്റും കോർപ്പറേഷനായാലും അങ്ങനെയുള്ള വിവിധ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്നുണ്ട്. അതൊക്കെ പൊതു സമൂഹത്തിലേക്ക് എത്തിക്കുക, അറിവ് ലഭ്യമാക്കി പരമാവധി പാർശ്വവൽക്കരിക്കപ്പെട്ട ഏറ്റവും പ്രാധാന്യമുള്ള ഈ വിഭാഗത്തിന് ആവശ്യമായ സേവനങ്ങൾ എത്തിക്കുക, അതിനറിവ് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അൻപ് എന്ന പേരിൽ ഇങ്ങനൊരു മഹത്തരമായ ഒരു പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിൻ്റെ ഭാഗമായിട്ട് കൊല്ലം ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൻ്റെയും ഭിന്നശേഷി കമ്മീഷണറേറ്റിൻ്റെയും ഒക്കെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന ആദ്യത്തെ പരിപാടിയാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ ഇന്ന് നിരവധി ആനുകൂല്യങ്ങൾ, സാമൂഹ്യനീതി വകുപ്പിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ, ഇൻഷുറൻസ്, ആരോഗ്യപരിരക്ഷ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയുള്ള അതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുവാൻ അതിൻ്റെ വിവിധ സ്പെഷ്യാലിറ്റി, അതിൻ്റെ ഹെൽപ്പ് ഡെസ്കും മറ്റുമൊക്കെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. വിശദമായ അധ്യക്ഷ പ്രസംഗം എന്നിൽ അർപ്പിതമായ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ
അത് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് പരമാവധി അങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് കരുതുകയാണ്. കൊല്ലം ജില്ലാ സാമൂഹിക നീതി ഓഫീസർ സീനിയർ സൂപ്രണ്ട് അജിലാൽ എസ് സ്വാഗതം പറഞ്ഞു. സർക്കാർ പദ്ധതികളെക്കുറിച്ചും സമഗ്രമായ വിപുലമായ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റും സാമൂഹ്യനീതി വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു ക്യാമ്പയിനാണ് അൻപ് ക്യാമ്പയിൻ്റെ കൊല്ലം ജില്ലയിൽ ആദ്യ 2 പരിപാടികളാണുള്ളത്. അതിൽ ആദ്യ പരിപാടിയാണ് ഇന്നിവിടെ നടപ്പിലാക്കുന്നത്. ഈ പരിപാടിയിൽ SIDയുടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, അതിനൊക്കെ തന്നെ ലീഗൽ ഗാർഡിയൻഷിപ്പിൻ്റെ ഹെൽപ്പ് ഡെസ്ക്, പിന്നെ അതുകൂടാതെ തന്നെ UDID ഹെൽപ്പ് ഡെസ്ക് എന്നിവ ഒരുക്കിയിട്ടുണ്ട്. സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എം ആശംസകൾ അർപ്പിച്ചു. ഭിന്നശേഷി കുട്ടികളെ ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ആ ക്ലാസ് നയിക്കുന്നതിനും ആ ക്ലാസ്സിനെക്കുറിച്ച് കേൾക്കുന്നതിനും വേണ്ടിയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും സ്ഥാപനത്തിൻ്റെ മേധാവികളും രക്ഷകർത്താക്കളും കുട്ടികളെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾ എത്തിയത് തന്നെ ഞങ്ങൾക്ക് ഏറെ സന്തോഷവും സ്നേഹവുമാണ്. ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഞാനും എൻ്റെ സുഹൃത്തിൻ്റെ ഒരു അളിയൻ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത് പോലും ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. സാർ ഇവിടെ വന്നപ്പോഴാണ് ഇന്ന ആളിനെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ തന്നെ സാറ് ഫോണെടുത്ത് ആ സുഹൃത്തിനെ വിളിക്കുകയും ഞാനുമായി ഒരു നിമിഷം സംസാരിക്കുകയും ചെയ്തു. നമ്മൾ സമുദ്രതീരം കൂട്ടുകുടുംബം തുടങ്ങിയിട്ട് 6 വർഷം പിന്നിടുക. ഈ 6 വർഷമാണെങ്കിൽ 10-15 വർഷത്തെ പ്രവർത്തനം ഞങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഈ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനിത് തുടങ്ങിയത്. അതിനുപരി ഇതെൻ്റെ വീടാണ്. ഞങ്ങളും അവരോടൊപ്പം താമസിക്കുന്നു. എൻ്റെ കുടുംബവും തൊട്ട് പിറകിലായിരിപ്പുണ്ട്. അതിനുപരി ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുകയാണ്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്, പറഞ്ഞാൽ ഒട്ടും തീരത്തില്ല. ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് പോലും ഇതിൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നതിന് വേണ്ടിയാണ്. എങ്കിലും ഞങ്ങൾക്ക് ഇവരോടൊപ്പം ചേർന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറെ സ്നേഹമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നതും അതിനുപരി ഇത്തരം സ്ഥാപനം നടത്തുന്ന എല്ലാവരുമായി ഞങ്ങളേറെ സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നതും. കാര്യം ഒരാളിനെ ഏറ്റെടുത്ത് നടത്തുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഇത് നടത്തുന്നവർക്ക് മാത്രമേ അറിയാമുള്ളൂ. അത് എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. നമ്മൾ എല്ലാം പ്രയാസങ്ങൾ ഉണ്ടാവുന്നില്ല. കാരണം ഈ ഭിന്നശേഷി കുട്ടികളെയും മറ്റു കുട്ടികളെയും ഏറ്റെടുത്ത് നടത്തുന്ന സ്ഥാപനങ്ങൾ നടത്തുന്ന ബുദ്ധിമുട്ടും പ്രയാസവും ഏറെ വലുതാണ്. അത് കൊണ്ടുപോകുന്ന കുട്ടികൾ ആ സംഘാടകർക്ക് അറിയാൻ കഴിയും. ഈ കാണുന്നവർക്കെല്ലാം ഏതോ ഒരു കുട്ടിയെ എവിടെയോ കൊണ്ടുവന്ന് പാർപ്പിച്ച് അവർക്ക് വേണ്ടുന്ന ആഹാരവും വസ്ത്രവും കൊടുക്കുന്നത് മാത്രമേ ജനങ്ങൾക്കറിയാൻ കഴിയൂ. അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നമ്മൾ ചേർത്ത് നിർത്തുന്നവർക്ക് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഏറെ സ്നേഹത്തോടെയാണ് ഞാനതിനെക്കുറിച്ച് സൂചിപ്പിച്ചത്. അതിനുപരി എനിക്ക് മോഹൻ സാറിനെ ഇന്ന് ആദ്യമായിട്ടാണ് എനിക്ക് കാണുന്നത്, സാറിനെ പരിചയപ്പെടുന്നതും. നമ്മൾ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല, സാറിനെ കേട്ടിട്ടുണ്ട്, അജിലാൽ സാറ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിലും സാറിനെ കാണാൻ കഴിഞ്ഞതും ഏറെ സന്തോഷമാണ്. നമ്മുടെ ഈ സ്ഥാപനത്തിനെ കൊണ്ടുപോകുന്നതിനൊരു ചുക്കാൻ പിടിക്കുന്നതും സാമൂഹ്യനീതി ഡിപ്പാർട്ട്മെൻറ്റാണ്. ഏറെ സ്നേഹത്തോടാണ് അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറെ കിട്ടുന്നത്. നല്ല നിർദ്ദേശങ്ങളാണ് നമുക്ക് അവർ വഴി. ഓരോ സംശയങ്ങൾ ഞങ്ങൾ വിളിച്ചു ചോദിക്കുമ്പോൾ കൃത്യമായി ഒരു നിമിഷം പോലും ബാക്കി വയ്ക്കാതെ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതാണ് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയും. അതിനുപരി ഈ നാട്ടിലെ ജനങ്ങളുടെ സപ്പോർട്ട് അത് ഏറെ വലുതാണ്. ഈ നാട്ടിലെ ജനങ്ങളാണ് ഞങ്ങൾക്ക് പിന്തുണ തന്ന് നമ്മളെ ചേർത്ത് നിർത്തുന്നത്. കൊല്ലം ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ജൂനിയർ സൂപ്രണ്ട് ഷിബിൻ എ ചടങ്ങിൽ നന്ദി പറഞ്ഞു. 2026 കൊല്ലം ജില്ലയിലെ ആദ്യത്തെ പരിപാടിയായ ഇന്ന് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചത് നമ്മുടെ മുൻ ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ശ്രീ ബി മോഹനൻ സാറാണ്. സാറിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ പരിപാടിയിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഭിന്നശേഷി കമ്മീഷണറേറ്റിലെ ഡെപ്യൂട്ടി സെക്രട്ടറി ശ്രീ രാജീവ് സാറാണ്. രാജീവ് സാറിനെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചത് ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് ശ്രീ അജിലാൽ സാറാണ്. സാറിനെയും നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു.
ഇതിൽ ആശംസ അർപ്പിച്ചിട്ടുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ശ്രീ റുവൻ സിംഗ് ആണ്. അദ്ദേഹത്തിന് ഈ പരിപാടി അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹം വളരെ സന്തോഷത്തോടെ കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് സമുദ്രജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ റുവൽ സിംഗ് സാറിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. തുടർന്ന് ഗാന്ധി ഭവൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മോഹനൻ ബി, സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റ് ഡെപ്യൂട്ടി സെക്രട്ടറി രാജീവ് ആർ, കൊല്ലം SID കോർഡിനേറ്റർ ഗായത്രി, കൊല്ലം KSSM കോർഡിനേറ്റർ നസറുദ്ദീൻ, കൊല്ലം ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർ ഹരികുമാരൻ നായർ AK, ഹോളിക്രോസ് പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂൾ സ്റ്റാഫ് ലൂസി തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഓട്ടിസം, സെറിബ്രൽ പൾസി, മാനസിക വൈകല്യം, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, അതുപോലെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, ഈ കാറ്റഗറിയിൽ പെടുന്നവരുടെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ചികിത്സ, അവരുടെ പരിചരണം ഇതൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999 നിലവിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന, നമ്മുടെ ഭരണഘടന വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പരിഗണന അർഹിക്കുന്ന മനുഷ്യവിഭാഗത്തിലെ ഓരോരുത്തർക്കും അത് അവരുടെ അവകാശ അധിഷ്ഠിതമായി റൈറ്റ് ബേസ്ഡ് സർവീസായി അവർക്ക് ലഭ്യമാകണം എന്ന് ഇന്ത്യൻ ഭരണഘടന തന്നെ നിഷ്കർഷിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും കാറ്റഗറിയിൽപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ള ഘട്ടത്തിൽ നിലവിലുള്ള നിയമങ്ങൾക്ക് പുറമേ അതിനെ കുറച്ചുകൂടെ കർക്കശമാക്കിക്കൊണ്ട് പുതിയ പുതിയ നിയമങ്ങളുണ്ടാകുന്നു. നിങ്ങൾക്കറിയാം, ഗാർഹിക പീഡന നിരോധന നിയമം അതുണ്ടായത്, അതുപോലെ ബാലനീതി നിയമം ഉണ്ടാകുന്നത്, ഇതെല്ലാം കുട്ടികളും വനിതകളും സ്വന്തം ഭവനങ്ങളിലും അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥാപനങ്ങളിലും മറ്റുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ അവർ ഏറ്റുവാങ്ങുന്നു. അങ്ങനെ വാങ്ങേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്ന് വരുമ്പോൾ നിലവിലുള്ള നിയമം കൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനാവശ്യമായ ശിക്ഷ അവർക്ക് നൽകി അതിനെ തടയാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോഴാണ് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999 ഇങ്ങനെ നിലവിൽ വരുമ്പോൾ അതിനടിസ്ഥാനപരമായ ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഈ കാറ്റഗറിയിൽ വിടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവർ, ഓട്ടിസം, സെറിബ്രൽ പൾസി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി തുടങ്ങിയ പ്രശ്നങ്ങളാൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കൂടുതൽ നീതിയും അവർക്കും റൈറ്റ് ബേസ്ഡായി ഉള്ള കാര്യങ്ങൾ അവർക്ക് ലഭ്യമാക്കി ഈ സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ ജീവിക്കുവാൻ പര്യാപ്തമായ പ്രയാസങ്ങൾ, അവരുടെ ചികിത്സാ കാര്യങ്ങളിൽ, അവരുടെ പ്രയാസങ്ങളിൽ, അവരുടെ സുരക്ഷിതത്വത്തിൽ അതിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത്തരം ഒരു നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കി നമുക്ക് ഓരോ സ്റ്റേറ്റിലും അത് അനുവർത്തിക്കുവാനായി തന്നിട്ടുള്ളത്. അപ്പോൾ ഈ നിയമത്തെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉള്ള ആളുകളുടെ മുതൽ അതിൽ ലീഗൽ ഗാർഡിയൻഷിപ്പിലേക്ക് വരിക എന്ന് പറയുമ്പോൾ പല വീടുകളിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ ഒരു മൂലയിലേക്ക് ഒതുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവർക്കും കൂടെ അവകാശപ്പെട്ട വസ്തുവകകൾ, സ്ഥാവര ജംഗമ വസ്തുക്കൾ, അത് ഈ ആൾ ഈ ഒരു കാറ്റഗറിയിൽ പെട്ടുപോയി, അതുകൊണ്ട് ഇനി ഒരു ജീവിതമില്ല, അത് ബാക്കിയുള്ളവർക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള നിലയിൽ എഴുതി കൊടുത്ത് അനാഥരാകുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നപ്പോഴാണ് ലീഗൽ ഗാർഡിയൻഷിപ്പ് എന്ന ഈ വ്യവസ്ഥ ഇതിനകത്ത് വളരെ ഗൗരവമായിട്ട് ഉൾക്കൊള്ളിക്കുകയും ജില്ലാ കളക്ടർ ചെയർമാനായി അങ്ങനെ ഒരു LLC, ലോക്കൽ ലെവൽ കമ്മിറ്റി, ഈ നിയമപ്രകാരം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. നമ്മുടെ ജില്ലയിലും
അങ്ങനെ ഒരു LLC പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കൺവീനറായിട്ട്, അതിൻ്റെ ഇപ്പം നിലവിലുള്ള കൺവീനർ ഗാന്ധി ഭവൻ ഇൻ്റർനാഷണൽ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റിയും മാനേജിംഗ് ട്രസ്റ്റിയും സെക്രട്ടറിയുമായ ശ്രീ പുനലൂർ സോമരാജനാണ്. അദ്ദേഹം ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ മെമ്പർ കൂടിയാണ്. അവിടെ ഒരു ഓഫീസ് ഇതിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം ജില്ലാ കളക്ടർ ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കാര്യാലയത്തിലും ഇതിനു വേണ്ടി ഒരു സെക്ഷൻ തന്നെ പ്രവർത്തിക്കുന്നു. നമ്മുടെ ജില്ലയിലെ പ്രശ്നങ്ങൾ നേരിടുന്ന ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ള ആ കാറ്റഗറിയിൽ വരുന്ന ആളുകളുടെ അപേക്ഷകൾ അവരുടെ രക്ഷകർത്താക്കൾ മുഖേന അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ മുഖേന അവിടെ എത്തുകയും ഈ LLC അതിൻ്റെ വിശദാംശങ്ങൾ നേരിട്ട് പരിശോധിച്ച് ജില്ലാ സാമൂഹ്യനീതി ഓഫീസറും ജില്ലാ കളക്ടറും SP റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനും DLSAയുടെ സബ് ജഡ്ജ് മറ്റ് സോഷ്യൽ വർക്കേഴ്സ് അടങ്ങുന്ന ഒരു കമ്മിറ്റി ഈ LLC എന്നുള്ള നിലയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ പരിഗണനയിലേക്ക് എല്ലാ പരിശോധനയ്ക്ക് ശേഷം കൺവീനർ സ്ഥാനം അലങ്കരിക്കുന്ന ആ മെമ്പർ ഉള്ള ആളുകൾക്ക് കൊല്ലത്ത് കളക്ട്രേറ്റിലെത്തിയെങ്കിലേ അവരുടെ ഒരു കാര്യത്തിന് വേണ്ടി ബന്ധപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ, ഒരു ബ്ലോക്കിൽ ഒരു സാമൂഹ്യനീതി വകുപ്പിൻ്റെ എങ്കിലും ഒരു ഓഫീസുണ്ടെങ്കിൽ മാത്രമേ പാർശ്വവൽക്കരിക്കപ്പെട്ട ഭിന്നശേഷിക്കാരായ മൂവ്മെൻറ്റിന് തടസ്സമുള്ള ഈ ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇട്ടുള്ള ഈ പറയുന്ന ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള ആ ഒരു പ്രചരണവും അറിവും ലഭിക്കണമെങ്കിൽ താഴെ തട്ടിലേക്ക് എത്തണം. അപ്പോൾ സാമൂഹ്യനീതി വകുപ്പും വനിതാ ശിശു വികസന വകുപ്പും ഇത്തരക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ഇത്രയും കോടികൾ ചെലവഴിക്കുമ്പോൾ അതിന് പാരലായിട്ട് ഓരോ പഞ്ചായത്തിനും, അത് ഗ്രാമപഞ്ചായത്താവട്ടെ, ബ്ലോക്ക് പഞ്ചായത്താവട്ടെ, ജില്ലാ പഞ്ചായത്താകട്ടെ, അവർക്ക് കൊടുക്കുന്ന മൊത്തം ഫണ്ടിൻ്റെ 5% നിർബന്ധമായിട്ടും ഈ മേഖലയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെലവഴിക്കുമ്പോഴും അവധാനതയോടെ നമ്മൾ സാമൂഹ്യ പ്രവർത്തകർ അതാത് പ്രദേശത്തെ കർമ്മസമിതിയുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ഊന്നുവടിയും കണ്ണടയും മാത്രമായിട്ട് ആ ഫണ്ട് വിനിയോഗിക്കുന്നതിന് പകരം കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് പകൽ വീടുകളോ അവർക്ക് റിക്രിയേഷന് വേണ്ടുന്ന സംഭവങ്ങളോ അവരുടെ യാത്രാ സംവിധാനങ്ങൾ ഒരുക്കി ഒറ്റപ്പെട്ട് കിടക്കുന്ന വയോജനങ്ങളെ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരെ ഒരു കേന്ദ്രത്തിലേക്ക് എത്തിച്ച് അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരെയും വീണ്ടും ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്തിക്കുന്നതിന് പര്യാപ്തമായ പദ്ധതികൾ രൂപീകരിക്കുന്ന സമിതികളുണ്ട്. ഗ്രാമസഭ മുതൽ മേപ്പോട്ട് ഉള്ള ആ ഒരു സമിതികളുണ്ട്. ഓരോ പഞ്ചായത്തിനെ സംബന്ധിച്ചും ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചും ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചും ആ സമിതികളുടെ പാർട്ടിസിപ്പേഷൻ പുതിയ തലമുറയിൽപ്പെട്ടവർ അറിവുള്ളവർ വേണ്ട തലത്തിൽ പ്രയോജനപ്പെടുത്താത്തത് കൊണ്ടാണ് നല്ല നല്ല പദ്ധതികൾ ഉണ്ടാകാതെ പോകുന്നതും കഴിവതും ഈ 5% നിന്നുള്ള തുക എടുത്ത് വകമാറ്റി ചെലവഴിക്കേണ്ടുന്ന സാഹചര്യവും പലയിടത്തും ഉണ്ടാവുന്നു. ചോദ്യവും പറച്ചിലും ഒന്നും ഇല്ലെങ്കിൽ വകമാറ്റിയും ചെലവഴിച്ചു പോകും. അപ്പോൾ സമൂഹത്തിൻ്റെ താഴെ തട്ടിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ ജനവിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായിട്ടുള്ള പദ്ധതികളും പരിപാടികളും താഴെ തട്ടിലേക്ക് എത്തണം. UDIDയെ സംബന്ധിച്ചുള്ള സംശയങ്ങൾക്കിവിടെ മറുപടി പറയും. ഇനിയുള്ള കാലത്ത് സെൻട്രൽ ഗവൺമെൻറ് തീരുമാനമനുസരിച്ച് UDID കാർഡില്ലാത്ത ഒരാളിനും സാധാരണ ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് ആധാർ കാർഡ് പോലെ പ്രാധാന്യമുള്ള ഒരു അടിസ്ഥാന രേഖയായി മാറുകയാണ് UDID. ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച് UDID കാർഡില്ല എങ്കിൽ നമുക്കിനി ഒരാനുകൂല്യങ്ങളും കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തുമെന്നുള്ള ബോധ്യം പൊതുസമൂഹത്തിന്, സാമൂഹ്യ പ്രവർത്തകർക്കും വകുപ്പ് തല ഉദ്യോഗസ്ഥർക്കും ഉണ്ടാവണം. അത് മനസ്സിലാക്കണം. അപ്പോൾ UDID കാർഡില്ലാത്ത ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച് അവർക്കത് എടുക്കുന്നതിന് അക്ഷയമായി പോയി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായിട്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് ഇതിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ഓരോ ജില്ലയിലെയും കാര്യങ്ങൾ. പക്ഷെ അങ്ങനെ വരുമ്പോഴും നമ്മൾ അതിനകത്തും പ്രതിസന്ധിയിൽപ്പെടുന്നൊരു കാര്യമുണ്ട്. ഈ പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളിൽ വരുമ്പോൾ UDID കാർഡ് പൂർണ്ണമായിട്ടും അവർക്ക് കൊടുക്കാൻ കഴിയാതെ വരുന്നതിൻ്റെ ഒരു സാഹചര്യം നമ്മൾ വിലയിരുത്തണം. ഈ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ആളിനെ സംബന്ധിച്ച് അവരുടെ ഡിസബിലിറ്റി അവരുടെ IQ നിലവാരം എന്താണെന്ന് കണ്ടെത്തി സാക്ഷ്യപ്പെടുത്തേണ്ടുന്നത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. നമ്മളിപ്പം 21 22 ഇനം ഡിസബിലിറ്റീസ് ഉണ്ട്. ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി അടക്കമുള്ള 21 22 ഇനം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അതിൽ ഈ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, സെറിബ്രൽ പൾസി തുടങ്ങിയ ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകളെ ഒഴിച്ച് നമ്മുടെ ജില്ലാ ആശുപത്രിയിലുള്ള മെഡിക്കൽ ബോർഡിന് അവരുടെ ഡിസബിലിറ്റി ഡിഫൈൻ ചെയ്ത് മനസ്സിലാക്കിയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുക, 50%, 60%. പക്ഷേ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരാളിനെ സംബന്ധിച്ച് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് IQ അസസ്മെൻറ്റ് നടത്തിയിട്ട് ആ പെർസെൻറ്റേജ് നിശ്ചയിച്ച് കൊടുത്താലേ ഈ ബോർഡിന് അവരുടെ ടോട്ടൽ ഡിസബിലിറ്റി നിശ്ചയിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ UDID എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം അതാണ്. എന്താ കാരണം? ഒരു ജില്ലയിലും ആവശ്യത്തിന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരില്ല, യോഗ്യരായ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരില്ല. ഞാൻ പത്തനംതിട്ട ജില്ലാ സാമൂഹ്യനീതി ഓഫീസറായിരുന്നപ്പോൾ ജില്ലാ കളക്ടറും UDIDയുടെ ഒരു സ്പെഷ്യൽ കവിത എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അവരും നമ്മുടെ സാമൂഹ്യനീതി വകുപ്പുമായിട്ടൊക്കെ ചേർന്ന് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നപ്പോൾ നമ്മൾ പരിശോധിച്ചു, ഒരാളാണ് പത്തനംതിട്ട ജില്ലയിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണുള്ളത്. ഇതിൻ്റെയൊക്കെ ഗൗരവമായ തലത്തിലേക്ക് നമ്മൾ കടക്കുമ്പം ഒരു കുട്ടിയുടെ IQ അസസ്മെൻറ്റ് നടത്തി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെ ന്യായമായ നിലയിൽ പരിശോധന നടത്തണമെങ്കിൽ 8 മണിക്കൂർ വേണം. ഈ 8 മണിക്കൂർ സേവനത്തിന് എറണാകുളത്തും തിരുവനന്തപുരത്തും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാർ ചാർജ് ചെയ്യുന്നത് 8,000 തൊട്ട് 15,000 രൂപ വരെയാണ്. ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ബഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ അച്ഛന് ഈ 8,000-ഉം 10,000-ഉം 15,000-ഉം എങ്ങനെ താങ്ങാൻ പറ്റും? ആ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുകയാണ്. അവസാനം ഗവൺമെൻറ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരുടെ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തീവ്രയത്ന പരിപാടി അവിടെ ഞാൻ പത്തനംതിട്ടയിൽ ഇരിക്കുമ്പോൾ തന്നെ തുടക്കം കുറിച്ചു. ഇപ്പോഴും അത് തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിതിനകത്തുള്ള പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ഇന്ന് ലോകത്ത്, ഞാൻ ഈ മേഖലയിൽ കഴിഞ്ഞ 32 വർഷമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഭാഗ്യം കൊണ്ട് എനിക്ക് ഒരു 2 വർഷം ഈ ഇത്തരത്തിൽ സെറിബ്രൽ പൾസി ഡിസബിലിറ്റി ഉള്ള ആളുകളുടെ സർക്കാർ സ്ഥാപനമായ പ്രതീക്ഷാ ഭവനിൽ, മലപ്പുറത്ത് ജില്ലയിലെ തവനൂരിൽ പ്രവർത്തിക്കുന്ന പ്രതീക്ഷാ ഭവനിൽ ഞാൻ സൂപ്രണ്ടായിട്ട് ജോലി ചെയ്തു. അവിടെ 118 പേരുണ്ടായിരുന്നു. ഈ 118 പേരുടെ അവസ്ഥ ഞാൻ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് അങ്ങേയറ്റം സങ്കടകരമെന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് മുമ്പിരുന്ന ആളെൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ആ ഭാഗത്തോട്ടൊന്നും പോകണ്ട, അവിടുത്തെ അടുക്കളയിൽ പോലും സാറ് പോയി ഭക്ഷണം കഴിക്കാൻ ഇരിക്കരുത്, അങ്ങോട്ട് ചെല്ലരുത്, ഇവിടെ ഒരു പാത്രം നമ്മൾ പ്രത്യേകം മേടിച്ചു കൊടുക്കണം, ഇവിടെ ഫുഡ് കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് അവിടുത്തെ ഒരു സിസ്റ്റം. ഇത് ഇവിടെ തന്നെ ഇപ്പോൾ വന്നപ്പോൾ വയോജനങ്ങൾ നമ്മളിരിക്കുന്നിടത്ത് ഇവിടെ എവിടെയും ചെന്ന് കയറാം, അടുക്കളയിൽ ചെന്ന് കയറാം, ദാണ്ടെ നല്ല യൂണിഫോമൊക്കെ ഇട്ട് നല്ല അന്തസ്സായിട്ട് പൊതുസമൂഹത്തിൽ ഇരിക്കുന്നവരേക്കാൾ നല്ല കുട്ടപ്പന്മാരായിട്ട് അച്ഛന്മാരിരിക്കുകയാണ്. നിങ്ങൾ വൃദ്ധസദനങ്ങളിൽ ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ ഇതല്ല യഥാർത്ഥ ബെനിഫിഷ്യറീസ്. ഇതിനപ്പുറം ഒരു ലോകമുണ്ട്. ആ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന കാറ്റഗറി ഈ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരല്ല, അവരുടെ രക്ഷകർത്താക്കളാണ്. അത്തരത്തിലൊരു കുട്ടി ഒരു വീട്ടിൽ, ആണായാലും പെണ്ണായാലും, ജനിച്ചു കഴിയുമ്പോൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങോട്ടും പോകാൻ കഴിയാതെ, ഒരു പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് വളർന്ന് അതിൻ്റെ ശാരീരിക പ്രശ്നങ്ങളൊന്നും ഒന്നിനും കുറവ്, അത് മെച്ചറാകും, അത് വളർന്നു വരുന്നു, മറ്റുള്ളവരെ പോലുള്ള ശരീരപുഷ്ടിയൊക്കെ അതിനും ഉണ്ടാകും. അപ്പോൾ ഈ അമ്മയുടെ ആദി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തിരിച്ചറിവില്ല. ഇന്നത്തെ കാലമാണ്, പുറത്തു വിടാൻ പറ്റത്തില്ല, വീട്ടിലൊരാൾ വരാൻ പറ്റത്തില്ല. ആ പെൺകുട്ടിയെയും കാത്തുകൊണ്ട് മരിക്കുന്നത് വരെ ഇരിക്കുന്ന രക്ഷകർത്താക്കളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് വരുമ്പോൾ ഒരു മെയിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥാപനത്തിലേക്ക് വന്നു. ഒരാളിൻ്റെ അപേക്ഷയാണ്. ആ അപേക്ഷയിൽ പറയുന്നു, ഞങ്ങൾക്കൊരു മകനാണ്, ഞങ്ങളുടെ മകൻ്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ഉള്ള ഒരു സംവിധാനം ആലോചിക്കുന്നു, വേറെ ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളവിടെ ചെന്നു, തിരിച്ചു വന്ന വഴിക്ക് അവിടെ കയറി ചെന്ന് കണ്ടപ്പോൾ കണ്ട കാഴ്ച, 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഇരിക്കുന്ന ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരാൾ, 68-70 വയസ്സുള്ള അച്ഛൻ, 65 വയസ്സുള്ള ഒരമ്മ, അവർ മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത് സഹോദരങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും വലിയ നിലയിലാണ്. പക്ഷേ ഒരു സഹോദരനെ പോലും വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കോടിക്കണക്കിന് വിലയുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. തിരുവനന്തപുരം സിറ്റിയാണ്. 5 ബെഡ്റൂമുകളുള്ള ഇതുപോലുള്ളൊരു വലിയ വീടും സെറ്റപ്പുമാണ്. ആ വീട്ടിൽ അവരനുഭവിക്കുന്ന വേദന, നാളെയെക്കുറിച്ചുള്ള ആശങ്ക, ഏക മകൻ ഇങ്ങനെ ആയിപ്പോയി, ഞങ്ങളുടെ ഈ മുതലെല്ലാം ഒരാളിന് കൊടുത്താൽ ആ സഹോദരങ്ങൾ ഇത് മുതൽ ഏറ്റെടുക്കുന്ന ആൾ ഈ കുഞ്ഞിനെ സംരക്ഷിക്കുമോ എന്നുള്ള ആശങ്ക.
അങ്ങനെ പിടയുന്ന ജീവിതങ്ങൾ എത്ര ഈ സമൂഹത്തിലുണ്ടെന്നറിയാമോ? അപ്പോൾ അത്തരത്തിലുള്ള രക്ഷകർത്താക്കളെ, ഇപ്പം നിരാമയ ഇൻഷുറൻസ് വലിയ കാര്യങ്ങളൊന്നുമില്ല. 2 വർഷം കൂടുമ്പോൾ ഓരോ ലക്ഷം രൂപ കിട്ടും. എൻ്റെ മുമ്പിൽ ഒരുപാട് അപേക്ഷകൾ വന്നിട്ടുണ്ട്. ഞാൻ വളരെ ലിബറലായിട്ട് ചിന്തിച്ച് ബില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും അത് 2 കൊല്ലത്തിന് മുമ്പ് കൊടുത്തെങ്കിലും നമ്മൾ വീണ്ടും കൊടുക്കും, അല്ലേ? ബില്ലുകളുണ്ടല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? നമ്മളൊരിക്കലും അതിനകത്ത് അതിൻ്റെ കൂടെ അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു ഷിബിൽ. ഞാൻ പറയും കൊടുക്ക്. അപ്പോൾ പക്ഷെ എന്ത് വേണം? ആ നിരാമയ ഇൻഷുറൻസിനെ കുറിച്ച് ബോധ്യം വേണം രക്ഷകർത്താക്കൾക്ക്. ആശുപത്രിയിൽ പോകുമ്പം അതിൻ്റെ ബില്ലുകൾ സൂക്ഷിക്കണം. ആ ബില്ലുകൾ വെച്ച് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. 2 കൊല്ലം കഴിഞ്ഞാലും നമുക്കിത് വീണ്ടും ഒരു ചികിത്സ ആവശ്യമായിട്ട് വന്നാൽ കിട്ടും എന്നുള്ള നിലയിലുള്ള അറിവ് നമുക്ക് വേണം. UDID കാർഡ് ഇനി ആരുടെ കാലയെ പിടിച്ചാലും ജില്ലാ സാമൂഹിക ഓഫീസിൽ കയറി ഇറങ്ങിയാലും അത് മേടിച്ച് വെക്കാനുള്ളൊരിത്. അപകടകരമായ അങ്ങേയറ്റം നിഷ്ഠുരമായ ഒരു കൃത്യം ചെയ്തിട്ടാണ് ഞാനിവിടെ വന്ന് ഇത് പ്രസംഗിക്കുന്നത്. ശരിയല്ലേ? 1, ആ ഒരു ഉദാഹരണം മനസ്സിരിക്കുക. ഇനി 2, ഒരു യുവതി, ആ യുവതിക്കെതിരെ അതിക്രമം ഉണ്ടായി, അല്ലേ? 2ഉം കുറ്റകരമാണ്, 2 കുറ്റവാളികളാണ്, അല്ലേ? ആദ്യത്തേതിൽ ഞാൻ കുറ്റവാളി, രണ്ടാമത്തേതിൽ വേറൊരു കുറ്റവാളി. ഈ 2 സംഭവങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യാം? ഒന്നുകിൽ ഈ ആദ്യത്തെ ഉദാഹരണത്തിലെ കുട്ടിക്ക് ലോക്കൽ പോലീസിൽ, പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനാണ് ഇവിടെ അടുത്ത്, അല്ലേ? പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ SHOയ്ക്ക് പരാതി കൊടുക്കാം. 1. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ആ ബ്ലാക്ക് ഷർട്ട് ഇട്ട ചേട്ടന് എന്ത് ചെയ്യാം? എൻ്റെ വീട്ടിലെ കുട്ടി, അദ്ദേഹം അയലത്തുകാരനാണ്, വെൽവിഷറാണ്. എപ്പോഴും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ അയലത്തുകാരുടെ വീട്ടിലേക്കല്ലേ നമ്മൾ നോക്കുന്നത്, അവിടെയല്ലേ ഒരു സൂക്ഷ്മദർശിനിയൊക്കെ വെക്കുന്നത്, അല്ലേ? നമ്മൾ രാവിലെ എണീച്ചാൽ എന്ത് ചെയ്യും? അടുത്ത വീട്ടിലേക്കുള്ള സംഗതി തുറന്നിട്ടേക്കും. എന്താണ്? അതിലേക്ക് നോക്കണം. നമ്മുടെ ഇവിടെയുള്ള ഡ്രോബാക്സൊക്കെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? അവിടുത്തെ ഡ്രോബാക്സ് ഊതിപ്പെരിപ്പിക്കുമ്പോഴാണ് ഇവിടുത്തെ ഡ്രോബാക്സ് കുറയുന്നത്, അല്ലേ? ഇത് കുറയ്ക്കാൻ വേണ്ടിയല്ല നമ്മൾ കഷ്ടപ്പെടുന്നത്, ശ്രമിക്കുന്നതും. എന്ത് ചെയ്യും? അവിടെ എങ്ങനെ പെരുപ്പിച്ച് കയറ്റാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഈ ചേട്ടൻ എൻ്റെ അയൽവാസിയാണെങ്കിൽ എനിക്കെതിരെ നല്ല സൗഹൃദമല്ലേ? സിവിൽ കേസുകളിലായ നമ്മുടെ സർവേക്കല്ലൊക്കെ പുഴുന്നേരാ നമ്മുടെ അയൽക്കാരനല്ലേ? നമ്മുടെ അയൽക്കാരനുമായിട്ട് എപ്പോഴും നല്ല സ്നേഹത്തിലാണോ? ഒരിക്കലുമല്ല. ഏറ്റവും ശത്രു എന്ന് പറയുന്നത് തൊട്ടടുത്ത അയൽക്കാരനായിരിക്കും. ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടോ? ഇവിടെ കിടക്കുന്ന സർവേക്കല്ല് നാളെ 3 മണിക്ക്, രാവിലെ 3 മണിക്ക് അപ്പുറത്ത് കിടക്കും. അങ്ങനെയുണ്ടോ? നമ്മൾ കേസ് കൊടുക്കുന്നില്ലേ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഒരാളൊന്ന് കൈവക്കേ. ഉണ്ട്. അതെല്ലാം സിവിൽ കേസായിട്ടായിരിക്കും പോകുന്നത്, അല്ലേ? ഇനി ഇവിടെ ഒന്ന് നോക്കിയാൽ ഈ കേസ് കുറയ്ക്കാം. എങ്ങനെയാണ്? ഇവിടുത്തെ ചേട്ടൻ ആ വീട്ടിലെ ചേട്ടൻ്റെ അടുത്ത് മാത്രം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു നോക്കിയേ. ഇവിടുത്തെ ചേച്ചി അവിടുത്തെ ചേച്ചിയുടെ അടുത്ത് മാത്രം ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു നോക്കിയേ. 3-4 ദിവസം പറയുമ്പോൾ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാവും, അല്ലേ? ഉണ്ടാകാതിരിക്കില്ല. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ സമയം കുറവാണ്. കുറേ സമയം എൻ്റെ പോയി, സാറിൻ്റെയും പോയി, അല്ലേ? എത്രയോ സമയമായി. ഞങ്ങൾ 10 മണിക്ക് ഇവിടെ വന്നതാണ്. 1 മണിക്കൂർ ഞങ്ങളുടെ ആയുസിൻ്റെ 1 മണിക്കൂർ കുറച്ചു, അല്ലേ? ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ആയുസിൻ്റെ 6 മണിക്കൂർ ഞങ്ങളുടെ കുറഞ്ഞു കഴിഞ്ഞു. മെഡിക്കൽ കോളേജിൽ നമ്മൾ വാർഡിൽ ചെന്ന് കിടക്കുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, ICUവിലൊക്കെ ചെന്ന് ബ്രീത്തിങ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അല്ലെ ഓക്സിജൻ വെക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ജീവിതം ഇത്രയേ ഉള്ളൂ, അല്ലേ? പൊട്ടിയതും ഒടിഞ്ഞതും ഭാര്യതും ആക്സിഡൻറ്റും എല്ലാവരും കൂടെ വന്നിങ്ങനെ കിടക്കുകയാണ്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? വെറുതെ ഈ അയൽക്കാരനോട് യുദ്ധം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്പാനായി 60 70 എത്രയോ ആവട്ടെ, ആ പീരീഡിൽ നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ അപ്പാടെ വീടിനോ കുടുംബത്തിനോ ചെറിയ യൂണിറ്റായ ആ കുടുംബത്തിന് എന്നിട്ടല്ലേ മുകളിലേക്ക് വന്ന് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അല്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്യുക, സമാധാനത്തോടെ ജീവിക്കുക. സാറ് പറഞ്ഞതിൽ സമാധാനത്തോടെ ജീവിക്കുക. കേസിനും വഴക്കിനും പോയാൽ അതിനേ ഉള്ള സമയം. അടുത്ത ഒരാളെ ഇങ്ങനെ ഒരു കലാപ ഭൂമി ആക്കാനെ കൊണ്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം മൊത്തവും പോയി, അല്ലേ? രാവിലെ കിടന്ന ഉറക്കമുണ്ടോ? നാളെ എങ്ങനെ അവനെ തോൽപ്പിക്കാമെന്നാണ് നോക്കുന്നത്? നമ്മളെ എങ്ങനെ തോൽപ്പിക്കാമെന്നാണ് നോക്കുന്നത്? സിവിൽ കേസുകൾ കൂടി വരും. അപ്പോൾ ഈ സർവേകളിൽ മുഴുവൻ കേസുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ചേട്ടന് മാത്രം ഒരു ഗുഡ് മോർണിംഗ് കൊടുക്കുക, തിരിച്ചായി പോകരുത്. അവിടുത്തെ ചേച്ചിക്ക് കൊടുക്കരുത്, തിരിച്ചും പോകരുത്, അല്ലേ? അത് പ്രശ്നമാണ്. അത് പ്രശ്നം ഉണ്ടാവാതെ നോക്കുക. ഇപ്പോൾ ഈ ഉദാഹരണത്തിലേക്ക് വരാം. അപ്പോൾ താങ്കൾ SHOയ്ക്ക് പരാതി കൊടുത്തു. രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്യുന്നു? യുവതിക്ക് നേരിട്ട് പരാതി കൊടുക്കാം, അല്ലേ? ആക്രമണത്തിനിരയായ. അതല്ല എങ്കിൽ അവിടെയും
വേറൊരാൾക്ക്, ഒരു പബ്ലിക്, ഒരു വെൽവിഷർക്ക് കൊടുക്കാം. ഇതുപോലൊരു അതിക്രമം, ഒരു അക്രമ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് SHOയ്ക്ക് പരാതി കൊടുക്കും. 2 കേസിലായാലും SHO എന്ത് ചെയ്യണം? ഉടൻ തന്നെ ആദ്യത്തെ കേസിൽ എൻ്റെ കുട്ടിയെ, രണ്ടാമത്തെ കേസിൽ ആ യുവതിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, അല്ലേ? ഇവിടെ SHO മറ്റ് വകുപ്പുകളുമായ സാമൂഹ്യനീതി വകുപ്പ്, തദ്ദേശ സ്ഥാപന അധികൃതർ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവരുമായി ആലോചിച്ചിട്ട് വേണം തുടർ പ്രക്രിയകൾ ചെയ്യുന്നതിന് വേണ്ടി. ആദ്യം എന്ത് ചെയ്തു? SHO നമ്മളെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി, അല്ലേ? ICUവിൽ കൊണ്ടാക്കി. ഒരാഴ്ച അവിടെ നിരന്തര ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലമായി നമ്മൾ റിക്കവറി ചെയ്ത് ജനറൽ വാർഡിലേക്ക് എത്തി. ഓക്കെ ആയില്ലേ? ആരോഗ്യം വീണ്ടെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ളത് ഈ വ്യക്തിയെ, ഈ കുട്ടിയെ ആയാലും, ആദ്യത്തെ ഉദാഹരണത്തിൽ ഈ കുട്ടിയായാലും അല്ലെങ്കിൽ രണ്ടാമത്തെ ഉദാഹരണത്തിൽ യുവതിയായാലും റീഹാബിലിറ്റ് ചെയ്യണം, അല്ലേ? സാമൂഹ്യനീതി വകുപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള, ഇത് രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ പുതിയതായി തുടങ്ങുന്ന ബിൽഡിങ് രജിസ്റ്റർ ചെയ്ത് വരുന്ന സ്ഥാപനമാണ്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് ഗ്രാൻറ്റ് നൽകുന്ന കുറേ സ്ഥാപനങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെയുണ്ട്. സാറ് ജോലി ചെയ്യുന്ന സ്ഥാപനമായാലും അല്ലെങ്കിൽ വെളിയത്തെ സ്ഥാപനമായാലും, പ്രിയ ഹോം എന്ന് പറയുന്നതായാലും, ഇതേപോലെ കുറേ സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ ഉചിതമായിടത്ത് ഈ ആക്രമണത്തിന് വിധേയരായവരെ എന്ത് ചെയ്യണം? റീഹാബിലിറ്റ് ചെയ്യണം, പുനരധിവസിപ്പിക്കണം. ഇല്ല എങ്കിൽ എന്ത് ചെയ്യപ്പെടും? ആദ്യത്തെ ഉദാഹരണത്തിൽ കുട്ടിയെ വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ ഒരു കരിഞ്ഞ ദോശയെങ്കിലും കൊടുക്കുമായിരുന്നു, അല്ലേ? പിറ്റേന്ന് ദിവസം തൊട്ട് എന്തെങ്കിലും കൊടുക്കുമോ? ഒന്നും കൊടുക്കത്തില്ല. രണ്ടാമത്തെ ഉദാഹരണത്തിൽ ആ കുട്ടിയെ ആ പ്രദേശത്തേക്ക് തന്നെ, ആ ഭാഗത്തേക്ക് തന്നെ വീണ്ടും കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? ഒരു അതിക്രമം മാത്രമേ നടന്നുള്ളൂ. ഇത് മിനിറ്റിന് വെച്ച് അതിക്രമമായിരിക്കും. മനസ്സിലായോ പറഞ്ഞതിൻ്റെ അർത്ഥം? ആയി. അപ്പോൾ ആ കുട്ടിയെ ഒരു കാരണവശാലും അങ്ങോട്ടേക്കും ഈ ഇവിടെ കേസിൽ എൻ്റെ വീട്ടിലേക്കും വരാൻ ഒക്കില്ല. അപ്പോൾ എന്ത് ചെയ്തു? റീഹാബിലിറ്റ് ചെയ്തു. അയാൾക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കുന്നു. ഒപ്പം മെയിൻ്റനൻസ് ഗ്രാൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടി സാമൂഹ്യനീതി വകുപ്പോ പഞ്ചായത്ത് അധികൃതരോ എവിടെയാണോ ഫണ്ടുള്ളത് അതനുസരിച്ച് മെയിൻ്റനൻസ് ഗ്രാൻറ്റ് ആവശ്യമായിടത്ത് കൊടുക്കുക. ഇനി SHOയുടെ പണി തീർന്നിട്ടില്ല, അവിടെ വീണ്ടും പണികളുണ്ട്. എന്താണ്? FIR രജിസ്റ്റർ ചെയ്യപ്പെടണം. എങ്ങനെയാണ്? വകുപ്പ് 92 പ്രകാരവും, അല്ലേ? RPWD ആക്റ്റിലെ വകുപ്പ് 92 പ്രകാരവും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ കുറ്റകൃത്യത്തിന് കേസെടുക്കാവുന്ന ഏതെങ്കിലും ഒരു സെക്ഷൻ ഉണ്ടെങ്കിൽ, ഉദാഹരണം ഒരു സ്ത്രീയുടെ ഫോട്ടോ എടുത്തു എന്നിരിക്കട്ടെ. ഈ കേസിൽ ഒരു സ്ത്രീയുടെയും ഫോട്ടോ ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവിടെ ഒരു സ്ത്രീയുടെ ഫോട്ടോ എടുക്കാം. കാരണം ഇതൊരു പബ്ലിക് ഗാദറിംഗ് ആണ്. ജില്ലാ ഓഫീസർ ക്ഷണിച്ച് വരുത്തിയ ആൾക്കാരാണ് നമ്മൾ. മൊത്തത്തിലെടുക്കാം. ഒരു വിവാഹത്തിന് പോകുമ്പോൾ നമ്മളുടെ ഫോട്ടോ എടുക്കുക, അതൊരു സ്റ്റേജിലിരിക്കുമ്പോൾ എടുക്കുക, അങ്ങനെ എവിടെ വേണമെങ്കിലും വെച്ചെടുക്കുക. എന്നാൽ ഒരു വിവാഹത്തിന് പോയിട്ട് ഒരു കോർണറിൽ നിൽക്കുന്ന ആ ഒരു സ്ത്രീയെ മാത്രം എന്ത് ചെയ്യുന്നു? ഈ ഫോട്ടോഗ്രാഫർ, ഇദ്ദേഹം അങ്ങനെ ചെയ്യുമെന്നല്ല, ഇദ്ദേഹം നല്ല മനുഷ്യനാണ്. ഈ ഫോട്ടോഗ്രാഫർ അവിടെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, അല്ലേ? വരനെയും വധുവിനെയും കളഞ്ഞിട്ട് അവിടെ മാത്രം ഫോക്കസ് ചെയ്യും. തെറ്റല്ലേ? അപ്പോൾ അത് IT ആക്ടിൻ്റെ പരിധിയിൽ വരും. അപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഒരു കുറ്റമാണ് ഈ ഫോട്ടോഗ്രാഫർ ചെയ്തിട്ടുള്ളത്. അതായത് തൻ്റെ അറിവോ സമ്മതമോ കൂടാതെ എന്ത് ചെയ്തു? ഒരു വനിതയുടെ ഫോട്ടോഗ്രാഫ് എടുത്തു, അല്ലേ? ദുരുദ്ദേശപരമായി അത് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതുകൊണ്ട് IT ആക്ട് പ്രകാരം തെറ്റാണ്, അല്ലേ? അപ്പോൾ ആ വകുപ്പും കൂടെ ഈ FIRനകത്തിട്ട് വേണം തുടർ നടപടികൾ സ്വീകരിക്കാൻ. അപ്പോൾ നമ്മൾക്കെതിരെ ഏതെങ്കിലും ഒരു കേസ് ഉണ്ടാകുന്നു. ഇവിടെ സർവേ കല്ല് പുഴുത് നമ്മളെ മർദ്ദിച്ചു എന്നാവട്ടെ. അപ്പം മർദ്ദിച്ചു, ക്രൈമാണ്, അല്ലേ? ക്രിമിനൽ കേസാണ്. നമ്മൾ പാരിപ്പള്ളി SHOയ്ക്ക് പരാതി കൊടുത്തിട്ട് FIR ഇടുമ്പോൾ അതിൽ RPWD ആക്ട് 92 ഉണ്ടോ എന്ന് നോക്കുക. ബാക്കിയുള്ള CRPC പ്രകാരമുള്ള മുൻ CRPC പ്രകാരമുള്ള റിലവൻ്റായിട്ടുള്ള വകുപ്പുകൾക്കൊപ്പം ഈ RPWD ആക്ട് 92 പ്രകാരമുള്ള വകുപ്പ് ചേർത്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അത് തിരുത്തി വാങ്ങിക്കണം. ഇനി നോക്കിയേ, ഒരാൾക്കെതിരെ FIR ഇട്ടു, നമ്മൾക്കെതിരെ ഒരു FIR ഇട്ടു, ഒരു കേസ് വന്ന് FIR ഇട്ടു എന്നതുകൊണ്ട് നമ്മൾ പ്രതിയാകുമോ? പേടിക്കരുത്. പേടിക്കുമോ? ഒരിക്കലും പേടിക്കരുത്. FIR ഇട്ടതിന് ശേഷം നമ്മൾക്കെതിരെ എന്ത് ചെയ്യുന്നു? കുറ്റകൃത്യങ്ങൾ നടത്തിയതിൻ്റെ തെളിവുകളും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും മൊഴികളും എല്ലാം ആധാരമാക്കിയായിരിക്കും കോടതികളിൽ കുറ്റപത്രം നൽകുന്നത്. കുറ്റപത്രം നൽകിയതിന് ശേഷം ക്രോസ് വിസ്താരങ്ങൾ, സാക്ഷി വിസ്താരങ്ങൾ, എതിർ വിസ്താരങ്ങളും കഴിഞ്ഞതിന് ശേഷം, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? നമ്മൾ ഭയക്കരുത്. നമ്മൾക്കെതിരെ ഒരു കേസുണ്ടായാൽ നമ്മൾ നിരപരാധിയായിരിക്കാം. നമ്മളെ അല്ലേ മാർജിനലൈസ്ഡ് പീപ്പിളിനെ ഉള്ളൂ എപ്പോഴും എന്ത് ചെയ്യാൻ വെക്കുന്നത്? കേസുകളിൽ കൊടുക്കാനും അടിച്ചമർത്താനും ഭരണാധിവർഗം പണ്ട് മുതലേ അല്ലേ
ഈ രാജ്യത്ത് പണ്ടൊക്കെ ഭരിച്ചിരുന്ന രാജാക്കന്മാർ തൊട്ട് ബ്രിട്ടീഷുകാർ തൊട്ട് ഇങ്ങോട്ട് ശ്രമിച്ചിട്ടുള്ളൂ. അപ്പം നമുക്കെതിരെ തൊട്ടടുത്ത അയൽപക്കക്കാരനായ സമ്പന്നനായ ഞാൻ എന്ന് കരുതുക, ഞാൻ സമ്പന്നനൊന്നുമല്ല, ഞാൻ ഈ സാറൊക്കെ വളരെ പാവപ്പെട്ടവരാണ്, കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കുന്നവരാണ് അല്ലേ, സീനിയർ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ. പോട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾക്കെതിരെ ഒരു കേസ് വന്നാൽ നമ്മൾ ഒരിക്കലും ഭയപ്പെടരുത്. നമ്മൾ തെറ്റുകാരല്ലല്ലോ, ഇല്ല. ഈ കുറ്റപത്രം സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് വെച്ച് സമർപ്പിച്ചതിന് ശേഷം കോടതി കുറ്റവാളിയായി പ്രഖ്യാപിക്കുന്നു എങ്കിൽ മാത്രമേ നമ്മൾ തെറ്റുകാരാവുകയുള്ളൂ. അവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, കോടതി ഏതെങ്കിലും കാരണവശാൽ നമ്മൾക്കെതിരെ ഒരു വിധി പ്രസ്താവം പുറപ്പെടുവിച്ചു, പോട്ടെ, തെറ്റ് അത് എന്തോ ഒരു മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തായിരിക്കും അവിടെ വന്നത്, അല്ലെങ്കിൽ കോടതി തെളിവുകൾ എല്ലാം പരിശോധിച്ചല്ല അപ്രകാരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്, കോടതി വിധിന്യായം വന്നത്, എങ്കിൽ എന്ത് ചെയ്യാം, അപ്പീൽ കൊടുത്ത് നമുക്കത് മാറ്റാം. ഓക്കെ, അതിൽ വിഷമിക്കരുത്. ഇനി ഇതിവിടെ നോക്കിയേ, ഇവിടെ കുറ്റകൃത്യങ്ങൾ എന്തെല്ലാമാണ്? കുറ്റകൃത്യങ്ങൾ, ഒന്ന്, ഒരാൾക്ക് നിയന്ത്രണമുള്ള, അതായത് രക്ഷകർത്താവായ ഞാൻ കുട്ടിക്ക് ആഹാരം കൊടുക്കാതിരിക്കുക, പാനീയം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ മറ്റ് അത്യാവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക, കുറ്റം ഒന്ന്. 2, വനിതയ്ക്കെതിരെയുള്ള എല്ലാവിധത്തിലുള്ള ആക്രമണവും. 3, ഞാൻ ശാരീരിക ബുദ്ധിമുട്ടുണ്ട്, ഞാൻ പുറത്തോട്ടിറങ്ങിയുമ്പോൾ പബ്ലിക് പ്ലേസിൽ വെച്ച് എന്നെ എന്ത് ചെയ്യുന്നു, അപമാനിക്കുന്നു, എന്നെ പ്രകോപിപ്പിക്കുന്നു, എനിക്കെതിരെ മൽപ്പിടുത്തം നടത്തുന്നു, എൻ്റെ സഹായ ഉപകരണങ്ങളായ ഹിയറിംഗ് എയ്ഡോ അല്ലെങ്കിൽ വീൽ ചെയറോ ഉൾപ്പെടെയുള്ള ഞാൻ ഉപയോഗിക്കുന്ന എന്ത് സാധനമോ ആയിക്കോട്ടെ അത് കേടുപാട് വരുത്തുന്നു. ഇനി ഞാനൊരു യുവതിയെ നിർബന്ധിച്ച് കൊണ്ടുപോവുകയാണ്, പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്, ഗർഭിണിയായ യുവതിയെ കൊണ്ടുപോവുകയാണ്, എന്തിനു വേണ്ടി, അബോർഷൻ ചെയ്യാൻ, കുറ്റകരമാണ് അല്ലേ? അങ്ങനെയുള്ള കേസിലും ഇത് ഇത്രയും നമുക്കെതിരെയുള്ള ബാക്കിയുള്ളവർ കാണിക്കുന്ന കുറ്റങ്ങളാണ്. എന്നാൽ ഇവിടെ പറയുന്നുണ്ട്, ഈ അബോർഷൻ്റെ കേസിൽ മെഡിക്കൽ ബോർഡ് സർട്ടിഫൈ ചെയ്യുകയാണെങ്കിൽ, മെഡിക്കൽ ബോർഡ് എങ്ങനെയാണ് സർട്ടിഫൈ ചെയ്യുന്നത്? അതായത് ഈ ഗർഭം ധരിച്ചിരിക്കുന്ന അമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് ഭീഷണിയാകും ഈ പ്രസവത്തിലൂടെ എന്ന് മെഡിക്കൽ ബോർഡ് സർട്ടിഫൈ ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യാം, അബോർട്ട് ചെയ്യാം. അത് മെഡിക്കൽ ബോർഡ് സാക്ഷ്യപ്പെടുത്തിയതാണ്. എന്നാൽ ആദ്യത്തെ ഉദാഹരണത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു യുവതിയെ ഗർഭിണിയാക്കിയിട്ട് നിർബന്ധപൂർവ്വം ഓമ്നി വാനകത്ത് കയറ്റിക്കൊണ്ട് അവിടെ പോന്നു, പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. അത് തെറ്റാണ്. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഏത് തെറ്റിനും അല്ലെങ്കിൽ ഏത് കുറ്റത്തിനും എന്തുണ്ട്, ശിക്ഷയുണ്ട്. ശിക്ഷയെന്ന് പറഞ്ഞാൽ 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയോ അതോടൊപ്പം തന്നെ ഫൈനോ ഇമ്പോസ് ചെയ്യാൻ അതാത് മജിസ്ട്രേറ്റ് കോടതികൾക്ക് അധികാരമുണ്ട്. അപ്പം നമ്മൾക്കെതിരെ എന്ത് നടപടി ചെയ്താലും എന്തുണ്ട്, അതെല്ലാം കുറ്റകൃത്യമായി കണക്കാക്കുകയും അതിനുള്ള ശിക്ഷ ഈ നിയമത്തിൽ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കിയേ, നമ്മൾക്കെതിരെ ഒരു പോലീസുകാരൻ മർദ്ദിച്ചു എന്ന് എഴുതുക, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവനെ കൊല്ലാൻ തോന്നും. പോലീസുകാരുണ്ടോ ഇത്? ഇല്ല, രക്ഷപ്പെട്ടു. കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകണ്ടേ. നമുക്കെതിരെ ഒരു പോലീസുകാരൻ, അതാരോ ആയിക്കോട്ടെ, ശേഷിയുള്ളവരോ അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മളിപ്പോൾ കോമൺ പബ്ലിക്കിനെ ഒരു സാഹചര്യത്തിൽ പോലീസ് മർദ്ദിച്ച് അവശനാക്കി, നമുക്ക് എന്ത് ചെയ്യാകും, മുച്ചൂട് മുടിക്കാനുള്ള എല്ലാ ഇതുണ്ട് അല്ലേ, തിരിച്ചടിക്കണോ വേണ്ടേ? ഒരിക്കലും ഒന്നും ചെയ്യരുത്. ആ അടി ഏറ്റുവാങ്ങിയതിന് ശേഷം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുക. ശിരസ് മുതൽ പാദം വരെയുള്ള ഓരോ ഊണ്ടും അവിടുത്തെ മെഡിക്കൽ റിപ്പോർട്ട്, മെഡിക്കൽ ലീഗൽ കേസായിട്ട് ഇത് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാൻ ഡോക്ടറോട് ആവശ്യപ്പെടുക. മെഡിക്കൽ ലീഗൽ കേസ്. നമ്മൾ കോടതിയിലൊന്നും പോയിട്ടില്ല, നമുക്ക് ഒരു 5 പൈസയുടെയും ബുദ്ധിമുട്ടോ ഒന്നുമില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, നമ്മുടെ മൊത്തം മുറിവുകൾ അതിനകത്ത് രേഖപ്പെടുത്തുന്നു, ശരിയല്ലേ? അത് ശക്തമായ ഡോക്യുമെൻ്റായി മാറുകയാണ് അല്ലേ? എന്നിട്ട് നമ്മൾ സുഖം പ്രാപിച്ചതിന് ശേഷം ഒന്നുകിൽ അതിനുള്ളിൽ തന്നെ ഈ ഡോക്ടർക്ക് SHOയ്ക്ക് ഇത് കൊടുക്കാം, ഇൻഫർമേഷൻ കൊടുക്കാം, ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നമുള്ള ഒരു ആൾ വന്നിട്ടുണ്ട്. SHO സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവിടുത്തെ പോലീസുകാരനാണ് അടിച്ചിരിക്കുന്നത് വ്യക്തി എന്നുണ്ടെങ്കിൽ അത് നടപടി എടുക്കത്തില്ല, പോട്ടെ. ഈ മെഡിക്കൽ ലീഗൽ കേസായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സാധനത്തിന്മേൽ നടപടിയെടുത്തില്ലെങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാട്ടി SP-ക്ക്, ഈ കൊല്ലം ഇവിടെ അർബനാണ് അല്ലേ, സിറ്റി SP ആണ്, SP-ക്ക് നേരത്തെ കൊടുത്ത ഇതിൻ്റെ കോപ്പിയും കൂടെ വെച്ച് ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് അയക്കാം. ഓക്കെ, അയക്കാം. നിയമം വളരെ സാവധാനം നമുക്ക് കിട്ടും, അനുകൂലമായി കിട്ടുള്ളൂ. ഇപ്പം പെട്ടെന്ന് നിയമമൊന്നും കിട്ടത്തില്ല, അല്ലെങ്കിൽ ആനുകൂല്യം കിട്ടത്തില്ല. കാരണം ഇവിടെ പ്രതി എന്ന് പറഞ്ഞ ഒരു നിയമപാലകനാണ് അല്ലേ,
അപ്പോൾ അയാൾക്കെതിരെയാണ് നമ്മൾ യുദ്ധം തുടങ്ങിയത്. നമുക്ക് വലിയ ചിലവ് വല്ലതും ഉണ്ടോ? ഇല്ല, ആകെ 2 അപേക്ഷ അയക്കുന്നുള്ളൂ. ഇനി അവിടെയും കിട്ടിയില്ല എങ്കിൽ പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റി എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. അവിടെ വീണ്ടും ഒരു രജിസ്റ്റേർഡ്, നമുക്ക് എത്ര രൂപ ആകെ ചിലവായത്? 75 രൂപ, 3 രജിസ്റ്റേർഡ് പോസ്റ്റ്. ഇതിൽ കൂടുതലായിട്ടില്ലല്ലോ? ആയിട്ടില്ല. ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം നമുക്കെതിരെ എന്ത് ചെയ്യും? നടപടിയെടുക്കാനെ കൊണ്ട് SHO എടുത്ത് പറയും. ആ നടപടിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ എന്തുണ്ട്? ഊണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് അല്ലേ? നമ്മൾ ഇന്ന സമയത്ത് ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന ബാഡ്ജുകാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലേ, ഇന്ന കോഡുകാരനായ അദ്ദേഹത്തിൻ്റെ ബാഡ്ജിലൊക്കെ എഴുതിയിട്ടില്ലേ പേരും നാളുമൊക്കെ, അതൊക്കെ വെച്ചിട്ട് PC 300 എന്ന് പറയുന്ന അയാൾ എന്നെ ഇന്നതുപോലെയൊക്കെ ചെയ്തു. അതിൻ്റെ വൂണ്ട് സർട്ടിഫിക്കറ്റും മെഡിക്കൽ ലീഗൽ കേസുമാണിത്. ഇത് ശക്തമായ പോരാട്ടത്തിലേക്ക് പോയാൽ അടിച്ച വ്യക്തിയായ പോലീസ് ഉദ്യോഗസ്ഥൻ ഞാനാണെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് നിയമപ്രകാരമുള്ള എല്ലാവിധ ശിക്ഷയും കിട്ടും. അങ്ങനെ ഒരു 6 മാസത്തിൽ കൂടുതൽ ഉള്ള തടവ് ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സർവീസിൽ നിന്ന് എന്തായി പോവും? ഡിസ്മിസ്സായി പോവും. നമ്മുടെ പോരാട്ടം അവിടെ വിജയിച്ചില്ലേ? നമ്മളൊരു അടി കൊടുത്തു കഴിഞ്ഞാലോ പിന്നെ അയാൾ രക്ഷപ്പെടുകയും നമ്മൾ എന്ത് ചെയ്യും? ഇയാൾ അനുഭവിക്കുന്ന എല്ലാ ശിക്ഷയും നമ്മൾ ഏറ്റുവാങ്ങാൻ നടക്കണം. പോണോ? ഇനി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ? അയ്യോ ചെയ്യരുത് എന്നാണ് ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലേ? നിയമപരമായി പോരാടുക. അപ്പോൾ അതാണ് ഇതിലും പറയുന്നത്, നിയമപരമായി എന്ത് ചെയ്യുക? നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ കുറ്റവും ശിക്ഷയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതേപോലെയാണ് സിവിൽ കേസുകൾ. സിവിൽ കേസുകൾ ഏതാ? 2 തരത്തിലുള്ള കേസുകളാണ്. ഒന്ന് സിവിൽ കേസ്, നമ്മുടെ വസ്തുവിൻ്റെ സർവേ കല്ല് പുഴുതുകൊണ്ട് വന്നു, സിവിൽ കേസ്. നേരത്തെ ഉദാഹരണത്തിൽ എന്ത് ചെയ്യുന്നു? വനിതയ്ക്കെതിരെ ആക്രമണം, ബ്ലഡ് വരുന്നതല്ല അല്ലേ, മുറിവ് ഏൽപ്പിക്കുന്നു അല്ലേ, ബ്ലഡ് വരികയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വീൽ ചെയർ ചവിട്ടി ഓടിക്കുന്നു അല്ലേ. എനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന ഈ രാജ്യത്ത് എൻ്റെ സഞ്ചാരം എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തുകയാണ് അല്ലേ, എനിക്കിനി നടക്കാൻ വയ്യ. അപ്പോൾ അത് ക്രിമിനൽ കേസാണ്. അപ്പോൾ സിവിലും ക്രിമിനലും. ഈ കേസുകളിൽ, സിവിൽ കേസുകളിൽ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി, ഇത് കൊല്ലം താലൂക്കല്ലേ, കൊല്ലം താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി അല്ലെങ്കിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സേവനം പൂർണ്ണമായിട്ടും നമുക്ക് സൗജന്യമായിരിക്കും. അപ്പോൾ 2 നമ്പറും ഓർത്തിരിക്കുക. ഏതൊക്കെയാണ്? താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നമ്പറും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നമ്പറും ഓർത്തിരിക്കുക. നമ്പർ ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് അവരെ കോൺടാക്റ്റ് ചെയ്യുക. ഒരു കാര്യമുള്ളത്, ലീഗൽ സർവീസ് അതോറിറ്റി ചെല്ലുമ്പോൾ ചില എന്താണ് ലോയേഴ്സ് പറയും, ഇതിന് 25 രൂപ വേണം, അതിന് 50 രൂപ വേണം, അതിന് 70 രൂപ വേണം, എല്ലാം കൂടെ 1000 രൂപ ചോദിക്കും. ഒരു കാരണവശാലും ഒന്നും കൊടുക്കരുത്. താലൂക്കിലാണ് അത്തരത്തിലുള്ള പ്രശ്നം വരുന്നതെങ്കിൽ ജില്ലാ ലീഗൽ അതോറിറ്റിക്കോ ജില്ലയിൽ ഒരു സബ് ജഡ്ജിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പരാതി പറഞ്ഞാൽ മതി. മനസ്സിലാവുന്നോ? കാരണം പൂർണ്ണമായിട്ടും നമുക്ക് ഈ സേവനം സൗജന്യമായിരിക്കും. അത് ഓർത്ത് വെച്ചേക്കുക, നമ്പർ എടുത്തു വെച്ചേക്കുക. ഇനി നേരത്തെ പറഞ്ഞ 2 കേസുകളുണ്ടായി അല്ലേ, 2 ഉദാഹരണങ്ങളിലെ കേസുകളുണ്ടായി. ഈ കേസുകൾ സാധാരണ കോടതിയിൽ വന്നാൽ, ഇവിടെ മജിസ്ട്രേറ്റ് കോടതിയായിരിക്കും, പരവൂർ മജിസ്ട്രേറ്റ് കോടതിയുടെ പരിധിയിലായിരിക്കും ഇവിടെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യപ്പെടുന്നത്. അതെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാലദൈർഘ്യം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് കാലവിളംബമില്ലാതെ കേസുകൾ തീർപ്പാക്കണം അല്ലേ. ഒരുപാട് താമസമില്ലാതെ കേസുകൾ തീർപ്പാക്കുന്നതിന് വേണ്ടി ഓരോ ജില്ലയിലും ഒരു ജില്ലയിൽ കോടതിയെ നമുക്ക് വേണ്ടിയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള കോടതിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ കേസുകൾ ആ ജില്ലാ കോടതിയിൽ നടത്തിക്കുന്നതിന് വേണ്ടി ജില്ലയിൽ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ സേവനവും നമുക്കായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ലീഗൽ സർവീസ് അതോറിറ്റി, ജില്ലയിലെ കോടതി ഏതാണെന്ന് ഓർത്തിരിക്കുക, ജില്ലയിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, ഇത് ഓർത്തിരിക്കുക. മനസ്സിലാവുന്നല്ലോ? ഇനി കേസുകൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മുൻപന്തിയിൽ നിന്ന് കേസുകൾ ഉണ്ടാക്കി എടുക്കരുത്. പരമാവധി കേസുകൾ ഇല്ലാത്ത രീതിയിൽ പോവുക. നമ്മൾക്കെതിരെയുള്ള അതിക്രമമാണെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുക അല്ലേ. ഒരു കാരണവശാലും അതിര് പുഴുവാനോ സർവേ കല്ലിനോ ഒന്നും പോകരുത്. നമ്മുടെ സമയം വെറുതെ കളയരുത്. നമുക്ക് ഒരുപാട് സ്കില്ലുണ്ട്, സാറ് പറഞ്ഞതുപോലെ സ്കില്ലുണ്ട്. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അതിനു വേണ്ടിയാണ് മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ അയലത്തുകാരനെ ശത്രുത ഉണ്ടാക്കാനാണോ നമ്മൾ പോകുന്നത്? ഒരു കാരണവശാലും അത് അവന് നേരെയാക്കാൻ ഒക്കത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? സ്നേഹത്തോടെ അവരോട് പെരുമാറുക. അതല്ലേ ഏറ്റവും നല്ലതാണ്. കുറച്ച് സമയം കൂടെ ഉള്ളൂ. അതാണ് 2 മണിക്കൂർ ഞങ്ങളുടെ പോയി അല്ലേ, ഞങ്ങളുടെ ജീവിതത്തിൽ 2 മണിക്കൂർ പോയി. അപ്പം ഞങ്ങൾക്ക് ഇപ്പം തന്നെ ഇത് തീർത്തിട്ട് അടുത്ത വീട്ടുകാരനെ ചെന്ന് ഒരുപാട് ഗുഡ് മോർണിംഗ് പറയാനുണ്ട് അല്ലേ.
അല്ലേ? രാവിലെ തൊട്ട് ഗുഡ് മോർണിംഗ് പറയാൻ ഞങ്ങളുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പോകാം. ഇനി വകുപ്പ് 8 പറയുന്നു, ഏത് ദുരന്തമുഖത്തും നമ്മൾ ഉണ്ടെങ്കിൽ, ഇപ്പം തെന്മല ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്നു, 3 അടി വെള്ളം ഉയർത്തി ആ ഷട്ടർ ഉയർത്തി വിടണം താഴേക്ക്. അപ്പോൾ താഴെയുള്ള തെന്മല ഡാമിൻ്റെ താഴെ ബെഡ് റിഡൺ ആയിട്ടുള്ള ആൾക്കാരോ ഈ ക്ലേശഘടകം അനുഭവിക്കുന്ന ആൾക്കാരോ ഉണ്ടെങ്കിൽ അയാളെ അല്ലെങ്കിൽ അവരെ റീഹാബിലിറ്റി ചെയ്തതിന് ശേഷം മാത്രമേ ആ ഷട്ടറുകൾ തുറക്കാൻ പാടുള്ളൂ. കാരണം 3 അടി വെള്ളം നദിയിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കിടക്കുന്ന ആളിൻ്റെ മൂക്കറ്റം അല്ലെങ്കിൽ എന്ത് ചെയ്യാം മൊത്തം വെള്ളം കയറി അദ്ദേഹം കഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലേ? അപ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്യണം, ഉടൻ തന്നെ ജില്ലാ കളക്ടറുടെ അവിടെ നേതൃത്വത്തിലുള്ള ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നമ്മുടെ ഒരു ഡേറ്റ കാണും, പഞ്ചായത്തുകൾ ശേഖരിച്ചിരിക്കുന്നത്. ആ ഡേറ്റ വെച്ചിട്ട് അവിടെ വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ എത്രത്തോളം അടി പൊങ്ങി അയാൾ ബുദ്ധിമുട്ടാനുണ്ട്, അവരെ ഇത്രയും അവിടുന്ന് റീഹാബിലിറ്റി ചെയ്തതിന് ശേഷം മാത്രമേ കളക്ടർക്ക് അത് തുറന്നു വിടാനുള്ള അധികാരം കൊടുക്കാൻ കഴിയുകയുള്ളൂ. വയനാട് ജില്ലയിൽ ദുരന്തം ഉണ്ടായപ്പോൾ ടി വിയിൽ കണ്ടത് ഒരു വീൽ ചെയർ മാത്രം ഇങ്ങനെ ഇരിക്കുന്നു, അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? പോയി കാണും, അല്ലേ? അവിടെ യഥാർത്ഥത്തിൽ അലർട്ട് വന്നപ്പോഴേ ചെയ്യേണ്ടത് അത്തരത്തിൽ സംഭവിക്കാനിടയുണ്ടാവുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ദുരന്ത നിവാരണ അതോറിറ്റി, പോലീസായിക്കോട്ടെ, ഫയർഫോഴ്സ് ആയിക്കോട്ടെ, മറ്റ് NDRF ടീം ആയിക്കോട്ടെ, ആരായാലും എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഉടൻ തന്നെ മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കണം. ക്ലേശഘടകമുള്ള എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ അയൽപക്കക്കാരനും ഞാനും ഉണ്ടെങ്കിൽ, അല്ലേ, ആരെയാണ് ആദ്യം മാറ്റേണ്ടത്? ക്ലേശഘടകമുള്ള എൻ്റെ സുഹൃത്തിനെയാണ് അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യേണ്ടത്, റീഹാബിലിറ്റ് ചെയ്യേണ്ടത്, പെട്ടെന്ന് മാറ്റേണ്ടത്. കാരണം ആർത്തലച്ച് വരുന്ന വെള്ളമോ പാഞ്ഞടുത്ത് വരുന്ന അല്ലെങ്കിൽ പുഴുതു മാറി വരുന്ന ഒരു പാറക്കഷ്ണമോ ഒരു വലിയ കൂറ്റൻ മരമോ വന്നു കഴിഞ്ഞാൽ വീൽ ചെയറിലിരിക്കുന്ന എൻ്റെ അയൽക്കാരന് പോകാൻ സാധ്യമല്ല, ശരിയല്ലേ? പക്ഷേ എന്ത് ചെയ്യാം, ഞാനത് കാണുന്നുണ്ട് എങ്കിൽ, ഉറക്കത്തിലാണെങ്കിൽ പറ്റില്ല, കാണുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് ഓടി മാറാം, അല്ലേ? അദ്ദേഹത്തിന് വീൽ ചെയറിലിരിക്കുക, അദ്ദേഹത്തിന് എങ്ങോട്ടും പോകത്തില്ല. പാളം മുറിച്ച് കിടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, മദ്രാസ് മെയിൽ വരുന്നു, നമ്മൾ എന്ത് ചെയ്യും, അവിടെ തന്നെ നിന്നു, അല്ലേ? എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, ശരിയല്ലേ? അങ്ങനെ പറ്റത്തില്ലേ? അതുകൊണ്ട് ട്രെയിൻ വന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ക്രോസ് ചെയ്യാവൂ, അല്ലേ? ഇനി നോക്കിയേ, 21 ഡിസബിലിറ്റീസാണ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. നാഷണൽ ട്രസ്റ്റ് ആക്ടിൽ വരുന്ന, നേരത്തെ സാർ പറഞ്ഞ സെർബ്രൽ പാൾസി, ഓട്ടിസം, ഇൻ്റലിജൻ്റ് ഡിസബിലിറ്റി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് 4 + 17, ലോക്കോമോട്ടർ, ലോ വിഷൻ അല്ലെങ്കിൽ ഹിയറിംഗ്, ഡോഫിസ, ആസിഡ് അറ്റാക്ക് വിക്ടിംസ് ഉൾപ്പെടെ, അല്ലേ, ഡൗൺ സിൻഡ്രോം ഉൾപ്പെടെ 21. ഈ 21 കൂട്ടുകയോ 30 ആക്കുകയോ 21 കുറയ്ക്കുകയോ 15 ആക്കുകയോ ചെയ്യുന്നതിനുള്ള അവകാശവും കേന്ദ്ര സർക്കാരിൽ മാത്രം നിക്ഷിപ്തമാണ്. ഞാൻ സാമൂഹ്യ സുരക്ഷാ മിഷനിലെ സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസിലെ ഭിന്നശേഷിക്കാര ജില്ലാ കോർഡിനേറ്ററാണ്. നിലവിൽ നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന എല്ലാത്തരം പ്രവർത്തനങ്ങളും സേവനങ്ങളും നമ്മൾ നൽകി വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു ആശുപത്രിയിൽ ജനിച്ച് കുഞ്ഞിൻ്റെ കേൾവി പരിശോധന എന്ന് പറയുന്നത് ഭയങ്കര പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമാണ്. ഇത് എല്ലാ ആശുപത്രികളും മാൻഡേറ്ററി അല്ലെങ്കിൽ നിർബന്ധമായിട്ടും നടത്തണമെന്ന് പറഞ്ഞിട്ടും മിക്ക ഹോസ്പിറ്റലുകളിലും അതിനുള്ള സൗകര്യം ഉണ്ടായിട്ട് ചെയ്യാൻ സാഹചര്യം കിട്ടാത്ത ആൾക്കാരുണ്ട്. പിന്നെ അത് ഇവിടുന്ന് റെഫർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം വേണ്ട, എൻ്റെ കുഞ്ഞ് കേട്ടോളും എന്നുള്ളൊരു ഉറപ്പിന്മേൽ പിന്നെ പോകാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ ആദ്യത്തെ സേവനം എന്ന് പറഞ്ഞാൽ OAE എന്ന് പറയും, ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻ. കുഞ്ഞിൻ്റെ കേൾവി പരിശോധന ജനിച്ച് ഉടനെ തന്നെ ഒരു 24 മണിക്കൂറിന് തന്നെ പറയുന്നു, 24 മണിക്കൂറിൽ കേൾവി പരിശോധന നിർബന്ധമായിട്ടും നടത്തേണ്ടതാണ്. അതൊരു സേവനമാണ്. അതിനുശേഷം ഇപ്പം നമ്മുടെ കുഞ്ഞ് കേൾവി പരിശോധന നടത്തിയിട്ട് അതിന് നമ്മൾ പാസ് റെഫർ എന്ന് പറഞ്ഞൊരു കാർഡാണ് കൊടുക്കുന്നത്. അതിൽ എന്തെങ്കിലും കേൾവി പരിശോധനയിൽ എന്തെങ്കിലും കുഞ്ഞിന് കേൾവി കുറവോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ബെറ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്യും. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. കാരണം കുഞ്ഞിൻ്റെ ഏർലി ഡെവലപ്മെൻറ്റ്, അതായത് ഏറ്റവും കുഞ്ഞു നാളിൽ മുതൽ നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് പിന്നെ അങ്ങോട്ട് വലിയ
എന്താണ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമ്മുടെ കുഞ്ഞിനെ വളർത്തിയെടുത്ത് കൊണ്ടുവരാൻ പറ്റുന്നത്. അത് കേൾവി പരിശോധനയുടെ ഒരു സേവനം SID മുഖാന്തരം ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടിസം സെൻറ്റേഴ്സ് നിലവിൽ കൊല്ലം ജില്ലയിൽ 14 ജില്ലകളിലും ഓട്ടിസം സെൻറ്റേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ MCRC എന്ന് പറയും, എന്താണ് ഓട്ടിസം സെൻറ്റേഴ്സ്, ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്. അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിൽ വിക്ടോറിയ ഹോസ്പിറ്റലിലുള്ള DIC, ഡയറക്റ്റ് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ. അതായത് ഏർലി എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രാരംഭഘട്ടത്തിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് അവർക്ക് കിട്ടാവുന്ന എല്ലാത്തരം തെറപ്പികളും ചികിത്സകളും നമ്മളവിടെ കൊടുത്തു വരുന്നുണ്ട്. അതുപോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഇതുപോലെ പലതരത്തിലുള്ള ഓട്ടിസം സെൻറ്റേഴ്സ്, ഈ DICയുടെ തൊട്ട് മുകളിൽ REAC എന്ന് പറയും, റീജിയണൽ ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ. DIC ഇല്ലാത്ത സ്ഥലങ്ങളിൽ REAC ഉണ്ട്, അവിടെ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാവുന്നതാണ്. പിന്നെ എൻഡോസൾഫാൻ ദുരിതബാധിതരുള്ള കാസർഗോഡ് ജില്ലയിൽ ഇതിൻ്റെ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ MCRC ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളെ നമ്മുടെ പ്രാരംഭ ഘട്ടം മുതൽ കണ്ടുപിടിച്ച് അവരെ മെയിൻ സ്ട്രീം നമ്മുടെ മുഖ്യധാര സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സേവനങ്ങളും സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ ഡിസബിലിറ്റീസ് വഴി നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്കുള്ള കേന്ദ്ര സർക്കാർ നൽകുന്ന UDID കാർഡിൻ്റെ നോഡൽ ഏജൻസിയാണ് KSSM. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് നിങ്ങളോട് പറയുന്നതിനേക്കാൾ ഉപരി ഇങ്ങോട്ടുള്ള സംശയമായിരിക്കും കൂടുതൽ വരാൻ സാധ്യത ഉള്ളതെന്ന് ഞാൻ കരുതുന്നു. എന്തു തന്നെയായാലും ഞാനൊരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ അതിനെക്കുറിച്ച് ആമുഖമായിട്ട് സൂചിപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയൽ കാർഡ് വേണം. നമുക്ക് അറിയാം, ഭിന്നശേഷിക്കാർക്ക് സർക്കാർ നമ്മുടെ നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ID കൊടുത്തിട്ടുണ്ടായിരുന്നു. പെൻഷനും മറ്റു കാര്യങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു തിരിച്ചറിയൽ കാർഡ് നമ്മൾ ക്യാമ്പ് നടത്തി നമ്മുടെ ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഒട്ടുക്കും ക്യാമ്പ് നടത്തി നമ്മൾ ID കാർഡ് സ്റ്റേറ്റ് ലെവലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മാറ്റം വരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഏകീകൃതമായിക്കൊണ്ട് രാജ്യത്തുള്ള എല്ലാവർക്കും ഒരേ രീതിയിലുള്ള തിരിച്ചറിയൽ കാർഡ് നൽകുന്നതിൻ്റെ നടപടി എന്നോണമാണ് യുണീക്ക് ഡിസേബിലിറ്റി ID കാർഡ് എന്ന സമ്പ്രദായം കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേന്ദ്ര സർക്കാർ എല്ലാ ആനുകൂല്യങ്ങൾക്കും UDID തിരിച്ചറിയൽ കാർഡ് നിർബന്ധമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ഇത്രയും നിലവിൽ അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ എന്ത് ആനുകൂല്യങ്ങൾക്ക് വേണമെങ്കിലും നമ്മൾ നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന ID കാർഡ്, തിരിച്ചറിയൽ കാർഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ ആശുപത്രിയിൽ നിന്ന് 4-5 ഡോക്ടർമാർ മെഡിക്കൽ ബോർഡ് കൂടി നൽകിയിരുന്ന നമുക്ക് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുമായിരുന്നു. നമ്മുടെ പഞ്ചായത്തിലായിരുന്നാലും പെൻഷനായിരുന്നാലും പഠനത്തിനായിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും നമ്മുടെ യാത്രാ പാസിനായിരുന്നാൽ പോലും നമുക്ക് ഇത്തരം ഒന്നിൽ സർക്കാർ നൽകുന്ന ID കാർഡ്, നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന ID കാർഡ്, അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് 40% മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നാൽ നമുക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുമായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് യുണീക്ക് ഡിസേബിലിറ്റി UDID കാർഡ് ഇല്ലാത്ത ഒരു വ്യക്തിക്കും ആനുകൂല്യങ്ങൾ കിട്ടുമോ എന്ന സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഒരു കാര്യം, നമുക്കോ നമ്മുടെ പരിചയത്തിലോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള കുടുംബത്തിലോ നമ്മുടെ പരിചയത്തിലോ ആരെങ്കിലും നിലവിൽ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരനായിട്ട് UDID കാർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ, ലഭ്യമായിട്ടില്ലെങ്കിൽ അത് എടുക്കുന്നതിനുള്ള പ്രാരംഭ നടപടി എടുക്കേണ്ടതാണ്. നമ്മുടെ ജില്ലയിൽ ഏതാണ്ട് 40,000-ഓളം അപേക്ഷ വന്നിട്ടുണ്ട്. അപേക്ഷ വന്നതിൽ നമുക്ക് നിലവിൽ 1000-നോട് അടുപ്പിച്ച് മാത്രമേ പെൻഡിങ് ആയിട്ടുള്ളൂ. ബാക്കി അർഹരായവർക്ക് നമ്മൾ കാർഡ് കൊടുക്കുകയും അനർഹരുണ്ട് ഒരുപാട്. കാരണം നമുക്ക് ഓൾറെഡി നമ്മൾ പലരും UDIDക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വിചാരിക്കുന്ന കാർഡ് കിട്ടുമെന്ന്. പക്ഷേ 40% താഴെയായിരിക്കും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ്. അല്ലെങ്കിൽ നമ്മുടെ പീരീഡ്, നമുക്ക് സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡ് തരുമ്പോൾ എത്രയാ, 1 വർഷം 2 വർഷം ഇങ്ങനെ ഇത്രയും ഒരു നിശ്ചിത കാലത്തേക്ക് നമുക്ക് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കും. അത് കിട്ടിയിട്ട് നമ്മൾ UDID കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് UDID കാർഡ് കിട്ടുന്നു. പക്ഷേ അത് നമ്മുടെ ആ കാലം, അതായത് അസസ്മെൻറ്റ് ഇയർ വെച്ചിട്ട് ലഭിക്കാതിരിക്കുന്ന, അതായത് റിജക്റ്റ് ചെയ്യുന്ന സാഹചര്യം കുറച്ച് പേർക്ക്, നമ്മുടെ ജില്ലയിൽ വളരെ കുറച്ചേ ഉള്ളൂ, വലിയ രീതിയിൽ ഹ്യൂജായിട്ടുള്ള ഇതില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നിലവിലെ അപേക്ഷകളിൽ പെൻഡിങ്. ഇപ്പോൾ ഒരു അമ്മ വന്നു, അമ്മ അപേക്ഷിച്ചിട്ടുണ്ട്, അമ്മയുടെ അപേക്ഷ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് 2010 എടുത്ത അപേക്ഷയാണ്, സർട്ടിഫിക്കറ്റിന് 2 വർഷമേ വാലിഡിറ്റി ഉള്ളൂ. അമ്മയ്ക്ക് കഴിഞ്ഞ ജൂലൈയിൽ ഡേറ്റ് എന്നിട്ട് അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ജൂലൈയിൽ വിളിക്കാവുന്ന ഡേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഡേറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ പരിചയത്തിലുള്ള ആരെങ്കിലും അല്ലെങ്കിൽ നാമുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും UDID കാർഡ് എടുത്തിട്ടില്ലെങ്കിൽ അവർ എടുക്കാനുള്ള പ്രാരംഭ നടപടികൾ ഇവിടെ വന്നിട്ടുള്ളവർ ചെയ്യണം. കാരണം അത്രത്തോളം കേന്ദ്ര സർക്കാർ അത്രത്തോളം UDID കാർഡ് നിർബന്ധമാക്കുന്ന ഒരു സാഹചര്യം. മുൻപ് UDID കാർഡിൻ്റെ പ്രൊസീജിയർ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കുറച്ചുകൂടെ സുതാര്യമായിരുന്നു. ആർക്ക് അക്ഷയയിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് UDID കാർഡ് പെട്ടെന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം കാലക്രമേണ ഇപ്പോൾ നിലവിൽ ഒരു 8-9 മാസമായിട്ട് UDID കാർഡ് എടുക്കുന്നതിൻ്റെ പ്രൊസീജിയർ പോലും വളരെ അധികം സുതാര്യമാക്കാതെ കുറച്ചുകൂടെ കർശനമാക്കിയിരിക്കുകയാണ് സർക്കാർ. മുൻപ് ആധാർ കാർഡ് നിർബന്ധമില്ലായിരുന്നു, ഇപ്പോൾ നിലവിൽ ആധാർ കാർഡ് നിർബന്ധമാണ്. ആധാർ കാർഡ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ UDID കാർഡ് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ ആധാർ കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ അത് എടുക്കുന്നതിനുള്ള പ്രവർത്തനം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ UDID കാർഡിന് ആധാർ കാർഡ് നിർബന്ധമാണ്, ആധാർ കാർഡ് എടുക്കണം. ആധാർ കാർഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്പർ, രജിസ്റ്റർ ചെയ്യുന്ന നമ്പർ നമ്മൾ സൂക്ഷിക്കണം. UDID കാർഡ് എടുക്കുന്നതിനും ആധാർ ലിങ്കായിട്ടുള്ള ഫോൺ നമ്പർ OTP പോകും. അതും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഞാനിത് പറഞ്ഞത് ഇൻട്രൊഡക്ഷനായിട്ട് സൂചിപ്പിച്ചതാണ്. അപ്പോൾ UDID കാർഡ് എടുക്കുന്നതിൻ്റെ പ്രൊസീജിയർ വളരെ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന്, മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് UDID കാർഡ് എടുക്കുന്നതും, അതോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ UDID കാർഡ് എടുക്കുന്നതും. ഈ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ ബോർഡ് എടുത്തിട്ട് നമ്മുടെ അസസ്മെൻറ്റ് ഇയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ചിലപ്പോൾ ഇതിൽ വേറൊരു കാര്യമുണ്ട്, നമ്മൾ 1990-ലും 2000-ന് താഴേക്ക് പണ്ടെടുത്ത സർട്ടിഫിക്കറ്റൊക്കെ ആയിരിക്കും. നമ്മൾ ഒരുപാട് പേരിൽ നിന്ന് കാണാൻ സാധിച്ചാണ്. കാരണം ഇവർ നമ്മുടെ ഫയലിലൊക്കെ ഇട്ട് കൊണ്ടുവച്ച് അതിന് ഡോക്ടറുടെ സീല് കാണത്തില്ല, സൈന് കാണത്തില്ല, പെർസെൻറ്റേജ് കാണാൻ പറ്റത്തില്ല, എന്താണ് ഡിസീസ് എന്ന് കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ പണ്ടെടുത്ത, അതായത് ഏതാണ്ട് ഒരു 10, 20, 30 വർഷത്തിന് മുമ്പ് എടുത്ത സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഇന്നും ആ സർട്ടിഫിക്കറ്റ് മതി എന്ന് കരുതിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പഴയ സർട്ടിഫിക്കറ്റ് UDID കാർഡിനെ അപേക്ഷിച്ചിട്ടും UDID കാർഡ് കിട്ടിയവരൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. UDID കാർഡ് കിട്ടാത്തവർ പഴയ സർട്ടിഫിക്കറ്റ് 20 വർഷം 25 വർഷത്തിന് മുൻപുള്ള സർട്ടിഫിക്കറ്റ് എടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് പുതുക്കുന്നതിനുള്ള നടപടി കൂടെ ചെയ്യണം. സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന കാറ്റഗറിയിൽ കൊടുത്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് പുതുക്കുന്നതിനുള്ള നടപടി കൂടെ ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചുള്ള 2 കാറ്റഗറിയാണ് ഉള്ളത്. ഒന്ന് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ, സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ. മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് സ്വന്തം ഒരു ആൻഡ്രോയിഡോ ഐഫോണോ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. UDIDക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സ്വാവലംബൻ്റെ പോർട്ടൽ www.swavalamban.org എന്ന് പറയുന്ന പോർട്ടൽ UDID എന്ന് അടിച്ചു കഴിഞ്ഞാൽ നേരെ ആ പോർട്ടലിൽ തന്നെയാണ് പോകുന്നത്. ആ പോർട്ടലിൽ പോയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ ചോദിക്കുന്ന കാര്യം ഞാനിത് സൂചിപ്പിച്ചതുപോലെ ആധാർ എൻ്റർ ചെയ്തിട്ടാണ് OTP സെൻഡ് ആകും. ആ OTP വെച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് അതിൽ ചോദിച്ചിരിക്കുന്ന പേര്, അഡ്രസ്സ്, ആധാർ കാർഡ്, ബാക്കി ഡീറ്റെയിൽ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് എല്ലാം ഒറിജിനൽ ആയിരിക്കണം, കൃത്യമായിട്ടുള്ള കളർ കോപ്പി തന്നെയായിരിക്കണം. നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഫോട്ടോസ്റ്റാറ്റ്, ആധാറിൻ്റെയൊക്കെ ഫോട്ടോസ്റ്റാറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യില്ല, അത് റിജക്റ്റ് ചെയ്യാനാണ് സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ ഒറിജിനൽ വെച്ച് തന്നെ കൃത്യമായിട്ട് കളർ കോപ്പി തന്നെ നമ്മുടെ മൊബൈൽ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയും, രണ്ടാമത് മുമ്പ് നമ്മൾ സാമൂഹിക സുരക്ഷാ മിഷൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ക്യാമ്പ് നടത്തിയായിരുന്നു നമ്മൾ UDID കാർഡ് കൊടുത്തിരുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിലും നിയന്ത്രണം വരുത്തിയിട്ടുണ്ട്. നേരിട്ട് ക്യാമ്പുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് നേരിട്ട് ഹോസ്പിറ്റൽ വഴിയാണ് ഇപ്പോൾ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പിന്നെ UDID കാർഡ് ഇല്ലാത്ത, ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വ്യക്തികൾ അവർ UDIDക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഏത് ഹോസ്പിറ്റലാണോ അടുത്തുള്ളത്, ഇവിടെ ആണെങ്കിൽ നമുക്ക് ജില്ലാ ഹോസ്പിറ്റലായിരിക്കും കുറച്ചുകൂടെ മെഡിക്കൽ ബോർഡ് കൂടുന്നതിന് അടുത്തുള്ളത്, അവിടെ പോയിട്ട് ഒരു ദിവസം മെഡിക്കൽ ബോർഡ്, അതായത് പോകുമ്പോൾ പേഷ്യൻ്റ്, അതായത് നമ്മുടെ ഭിന്നശേഷിക്കാരനായ വ്യക്തിയെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല.
ഒരു ഡേറ്റ് എടുക്കണം, പോയിട്ട് ഒരു ഡേറ്റ് എടുക്കുകയും അവർ പറയുന്ന ദിവസത്തേക്ക് അത് നമ്മൾ, കാരണം നമ്മുടെയാണ് ആവശ്യം, നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിലാണ് ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഡേറ്റിന് വേണ്ടി കാത്തു നിൽക്കും. നമ്മുടെ എമർജൻസി അവരെ ബോധിപ്പിച്ചിട്ട് നമുക്കാണ് ആവശ്യം. അപ്പോൾ എമർജൻസി അവരെ ബോധിപ്പിക്കുക, ആ ഇതിനനുസരിച്ച് നമ്മുടെ സീനിയോറിറ്റി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എന്നിട്ട് അവർ പറയുന്ന ഡേറ്റിൽ നമ്മൾ പോയിട്ട് നമ്മൾ മെഡിക്കൽ ബോർഡ് കൂടിയാൽ ഒരു മാസത്തിനകത്ത് നമുക്കവർ കാർഡ് ജനറേറ്റ്, ഒരു മാസത്തിനകത്ത് അവർ കാർഡ് ജനറേറ്റ് ആയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് മെസ്സേജ് വരും മൊബൈലിൽ, നമുക്ക് അക്ഷയ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും. ഇത് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു കാറ്റഗറിയാണ്. ഇനി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ, മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിൽ തന്നെ 2 വിഭാഗമുണ്ട്. ഒന്ന് മെഡിക്കൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞവരാണെങ്കിൽ അവർ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യുന്നതിന്, പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയിലോട്ട് പോവുകയും, ഇനി കൃത്യമായിട്ടുള്ള മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ അവർക്ക് UDAIDയുടെ ഇതേ പോർട്ടലിൽ, സ്വാവലംബൻ്റെ പോർട്ടലിൽ പോയിട്ട് അവിടെ ഒരു ഓപ്ഷനുണ്ട്, ബാക്കി നേരത്തെ ചെയ്ത പ്രൊസീജിയർ പോലെ ഡീറ്റെയിലൊക്കെ അപ്ലോഡ് ചെയ്ത് ലാസ്റ്റ് നിങ്ങൾക്ക് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ള ഓപ്ഷനിൽ ഉണ്ടെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഈ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് മുഴുവനായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 1-2 ദിവസത്തിനകത്ത് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ളതാണെങ്കിൽ 1-2 ദിവസത്തിൽ കാർഡ് ജനറേറ്റ് ആയിട്ട് മൊബൈലിൽ മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. കാരണം മറ്റത് ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം എടുക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഒരു ദിവസം ഒരുപാട് കേസ് വരും, അതിൻ്റെ മൊത്തം അസസ്മെൻറ്റ് മൊത്തം അടിച്ചു പോകുന്നത് കൊണ്ടാണ് അതിൽ ലേറ്റ് വരുന്നത്. നേരെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് 1 ദിവസമോ 2 ദിവസമോ നേരിട്ട് DMO ആണ് അത് അപ്രൂവ് ചെയ്ത് തരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ലഭ്യമാകാനും സാധ്യതയുണ്ട്. ഇതാണ് UDAIDയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. ഞാൻ ഇനിയും പറയുന്നു, കാരണം UDAID കാർഡ് ഇല്ലാതെ ഒരു ആനുകൂല്യങ്ങളും ലഭ്യമാകാത്ത ഒരു സാഹചര്യത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ പരിചയത്തിലോ നമുക്ക് ചുറ്റുപാടിലോ ഉള്ള ആരെങ്കിലും നമ്മുടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് UDAID കാർഡ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അവർക്ക് UDAID കാർഡ് ഉള്ളവരാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. UDAID കാർഡ് ഇല്ലെങ്കിൽ അത് അപേക്ഷിക്കാനുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുക. സ്വാശ്രയ എന്ന് പറയുന്ന ഒരു പദ്ധതി, സ്വാശ്രയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു മോൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോളുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് പുറത്തിറങ്ങിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇവളെ നോക്കിയേ പറ്റൂ എന്നാൽ അവർക്കൊരു ചെറിയ വരുമാനം നമുക്ക് കിട്ടുകയും വേണം. അങ്ങനെയാണെന്നെങ്കിൽ നമുക്ക് ഒറ്റത്തവണയായിട്ട് 35,000 രൂപ കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതിപ്പോൾ ചിലപ്പോൾ അവർക്ക് വീട്ടിൽ തന്നെ ഒരു ആട് വളർത്താം, കോഴിയെ വളർത്താം, പശുവിനെ വളർത്താം, പിന്നെ ചെറിയ രീതിക്കുള്ള തുണിക്കച്ചവടമോ മുറുക്കാൻ കട അങ്ങനെയൊക്കെ നടത്താൻ പറ്റും. അത് ഒരു തവണയായിട്ട് 35,000 രൂപ കൊടുക്കുകയും അത് തിരിച്ച് അവരടയ്ക്കേണ്ടതില്ല. അപ്പോഴേ ഈ മോളുടെ കാര്യം നോക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 35,000 രൂപയ്ക്കൊരു നല്ല കോഴിക്കൂടും ഒരു 50ഓളം കോഴികളെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അവർക്കൊരു ദിവസം 30 മുട്ട കിട്ടുകയാണെങ്കിൽ 300 രൂപ വരുമാനമായി. ഒരു ചെറിയ വരുമാനം അവർക്ക് കിട്ടുകയും ചെയ്യും, കുഞ്ഞിൻ്റെ കാര്യവും നടക്കും. ഇങ്ങനെയുള്ളൊരു പദ്ധതിയാണ്. അതും നമ്മുടെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ നല്ലൊരു പദ്ധതിയാണ്. ഭിന്നശേഷിക്കാരായിട്ടുള്ള മാതാപിതാക്കൾ പെൺമക്കളുടെ വിവാഹ ധനസഹായമായിട്ട് 30,000 രൂപ കൊടുക്കുന്നുണ്ട്. അത് ഒന്നേ വിവാഹം കഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ 30,000 രൂപ എന്ന് പറയുന്നത് അവർക്കൊരു സാരി വാങ്ങിക്കാൻ പോലും ഇല്ല, എങ്കിൽ പോലും സർക്കാരിൻ്റെ ഒരു ചെറിയ സഹായമാണ്. അത് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. വിവാഹത്തിന് മുമ്പ് ഡേറ്റ് എടുക്കുമ്പോഴത്തേക്ക് കത്ത് വെച്ച് നമുക്ക് അപേക്ഷ സമർപ്പിച്ചാൽ അത് പൈസ കിട്ടും. പരിരക്ഷ എന്ന് പറയുന്ന പദ്ധതി, ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരാൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അവർ ഒരു കാല് വയ്യാത്ത ആളാണെന്ന് നിങ്ങൾ വെച്ചോ. ഉദാഹരണമായിട്ട് അവർ രാവിലെ എഴുന്നേറ്റപ്പോൾ കട്ടിലിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ തല ചുറ്റി അവരങ്ങ് വീണ്, അവരെ കാല് മറ്റേ നന്നായിട്ടുണ്ടായിരുന്ന കാലും കൂടെ അവർ ഒടിയുകയോ എന്തെങ്കിലുമൊക്കെ പറ്റുകയാണെങ്കിൽ എമർജൻസി ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഓപ്പറേഷൻ വേണം. അവർക്ക് വേറെ നിവർത്തിയൊന്നുമില്ല, പക്ഷെ അവർ കടം മറിച്ചെങ്കിലും അതൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ഓപ്പറേഷൻ നടത്തി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ എമർജൻസി ആണെന്നും പറഞ്ഞിട്ട് ആ നടത്തിയ ചികിത്സയുടെ ബില്ലുകളും ആ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും കൂടെ വെച്ച് നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ കളക്ടറാണ് കൺവീനർ, കളക്ടറുടെ കമ്മിറ്റിയിൽ വെച്ച് നമ്മൾ DMO പാസ്സാക്കി തരുന്ന തുക, പരമാവധി പൂർണ്ണമായിട്ടും തുക അനുവദിച്ചു തരും. പരിരക്ഷ എന്ന് പറയുന്ന പദ്ധതിയാണത്. മാതൃജ്യോതി, ഭിന്നശേഷിക്കാരിയായിട്ടുള്ള അമ്മ പ്രസവിച്ചതിന് ശേഷം കുഞ്ഞിന് ആദ്യത്തെ 1 മാസം മുതൽ 2 വയസ്സ് തികയുന്നത് വരെ 2,000 രൂപ വീതം, പ്രതിമാസം 2,000 രൂപ വീതം, ചിലപ്പോൾ 2 തവണയായിട്ട് അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്. 48,000 രൂപ 2 വർഷം കൊണ്ട് അവരെ അക്കൗണ്ടിലേക്ക് കുഞ്ഞിൻ്റെ സംരക്ഷണത്തിനായിട്ട് കൊടുക്കും. അതേപോലെ തന്നെ കാഴ്ച വൈകല്യമുള്ള അഭിഭാഷകരുണ്ട്, അവർക്ക് റീഡേഴ്സ് അലവൻസ് ആയിട്ട് ഒരു തുക അനുവദിക്കുന്നുണ്ട്. സൈക്കോ സോഷ്യൽ ഗ്രാൻറ്റ് കൊടുക്കുന്നത് നമ്മുടെ 6
സ്ഥാപനങ്ങളാണ് നമുക്ക് കൊല്ലം ജില്ലയിലുള്ളത്. മാനസിക വൈകല്യം സ്ഥാപനങ്ങൾക്ക് ആണ് ആ ഗ്രാൻറ്റ് കൊടുക്കുന്നത്. നമ്മളെ ഗാന്ധി ഭവൻ, ആശ്രയ, അതേപോലെ അമ്മ കടയ്ക്കൽ, കോക്കാട്, പുനലൂർ. കുഞ്ഞുങ്ങളുടെ പഠന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾ സ്പെഷ്യൽ സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് ലൂസി. ഹോളി ക്രോസ് പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂൾ. അപ്പം നമുക്ക് സ്കൂള് ക്ലാസ് ആരംഭിക്കുന്നത് 9 മണി തൊട്ട് 4 മണി വരെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂൾ വാനിൽ പോയി വരുന്ന കുട്ടികളാണ് നമ്മുടെ സ്കൂളിലുള്ളതെല്ലാം. അപ്പോൾ നമുക്ക് ബിലോ 80 എബോ 80 കുഞ്ഞുങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് വൊക്കേഷണൽ ട്രെയിനിങ് വരെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കെന്ന് പറയുന്നത് ADL സ്കില്ല് തൊട്ട് നമ്മൾ തുടങ്ങുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം പല കുഞ്ഞുങ്ങളും ചെറുതിലെ നമുക്ക് കിട്ടുമ്പോൾ, ചെറുതിലെ അല്ലെങ്കിൽ പോലും വലുതായിട്ടാണ് കിട്ടുന്നതെങ്കിൽ പോലും ADL സ്കില്ലൊന്നും അവർ പ്രത്യേകമായിട്ട് പഠിച്ചിരിക്കണമെന്നില്ല. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ADL സ്കില്ല് തൊട്ട് നമ്മൾ കൊടുക്കുന്നു. പ്രത്യേക പരിചരണം അവർക്ക് ആവശ്യമാണ്, കൊടുക്കുന്നു. ഒപ്പം നമ്മൾ അക്കാഡമിക്ക് അവർക്ക് പ്രത്യേക കരിക്കുലം ഉണ്ട്. ആ കരിക്കുലം അനുസരിച്ച് അക്കാഡമിക്കും കൂടെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ വിവിധ തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ കൊടുക്കുന്നു 18 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക്. അത് അവരുടെ കഴിവിനനുസരിച്ച്, അപ്പം എന്താണോ ആ കുഞ്ഞിന് ഉള്ള കഴിവെന്ന് നമ്മൾ അസസ്മെൻറ്റ് ചെയ്തതിന് ശേഷം ആ കുഞ്ഞുങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് നമ്മളാണ് തൊഴിൽ നൈപുണികൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പം ഇതിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അഭികാമ്യം എന്താണോ അതാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.